എടാ സുപ്രു, ആ ജനലും തുറന്നിട്ടേ, നല്ല കാറ്റ് വരട്ടെ. കട്ടിലിൽ മലർന്നു കിടക്കുകയായിരുന്ന ദാസപ്പൻ വിളിച്ചു പറഞ്ഞു. യോ വേണ്ട. മുറിയുടെ മൂലയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന സുപ്രു ഞെട്ടി വിറച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. ഇനി ജനൽ തുറന്നാൽ പുറത്തുള്ള അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ അകത്ത് കയറും. ദാസപ്പേട്ടൻ വേണമെങ്കിൽ ഫാനിട്ടോ. ഫാനിടാൻ കറണ്ടില്ലടാ മണ്ടൻ കൊണാപ്പി. KCB ഫ്യൂസ് ഊരിയിട്ട് ഇന്നേക്ക് 2 ദിവസമായി. ദാസപ്പൻ ദേഷ്യത്തോടെ എഴുന്നേറ്റിരുന്നു. ഇരളൻകാവിലെ ആ ഭയാനകമായ രാത്രിക്ക് ശേഷം ഏകദേശം 6 മാസം പിന്നിട്ടിരിക്കുന്നു. ആ ഒരൊറ്റ സംഭവം ദാസപ്പൻ, ജോജി, സുപ്രു എന്നിവരുടെ ജീവിതം അടിമുടി മാറ്റിമറിച്ചു. പ്രേതമില്ല എന്ന് തൊണ്ട കീറിക്കൊണ്ടിരുന്ന ദാസപ്പൻ ഇപ്പോൾ പല്ലി ചിലച്ചാൽ പോലും ജാതകം നോക്കുന്ന അവസ്ഥയിലായി. ടെക്നോളജിയെ വിശ്വസിച്ചിരുന്ന ജോജി ഇപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നതിന് മുമ്പ് അതിൽ ചന്ദനത്തിരി ഒഴിയാൻ തുടങ്ങി. സുപ്രുവിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അവൻ ബാത്റൂമിൽ പോകുന്നത് പോലും ഏലസ് കെട്ടിക്കൊണ്ടാണ്. ആ സംഭവത്തിന് ശേഷം ഗോസ്റ്റ് ഹണ്ടിങ് നിർത്തി അവർ പല പണികൾക്കും പോയി നോക്കി. ദാസപ്പൻ ചിറ്റ്സ് ആൻഡ് ഫൈനാൻസ് തുടങ്ങി. പക്ഷേ ആദ്യത്തെ ചിട്ടി വിളിച്ച ദിവസം തന്നെ പണവുമായി ഓടിയ പാർട്ണറെ പേടിച്ച് ദാസപ്പൻ ചിട്ടി പൂട്ടി. ജോജി ഒരു മൊബൈൽ റിപ്പയറിംഗ് കട തുടങ്ങി. പക്ഷെ വരുന്ന ഫോണുകളിലൊക്കെ പ്രേതത്തിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സിനെ പേടിപ്പിച്ച് വിട്ടതോടെ അതും പൂട്ടി. സുപ്രു ഒരു ATM സെക്യൂരിറ്റിയായി പോയിരുന്നു. പക്ഷെ പാതിരാത്രി പണമെടുക്കാൻ വന്നയാളുടെ നിഴൽ കണ്ട് യക്ഷി എന്ന് പറഞ്ഞ് ATM മെഷീൻ്റെ പിന്നിൽ ഒളിച്ച സുപ്രുവിനെ ഫയർഫോഴ്സ് വന്നാണ് പുറത്തെടുത്തത്. അതോടെ ആ പണിയും പോയി. ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് ചാകും. ജോജി ഇരുട്ടത്ത് മൊബൈലിൻ്റെ ടോർച്ച് തെളിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖത്തൊരു വലിയ വിഷാദം നിഴലിച്ചിരുന്നു. വാടക കൊടുത്തിട്ട് 3 മാസമായി. ചേച്ചി ഇനി നമ്മളെ ഇറക്കി വിടും. നമുക്കറിയാവുന്ന ഒരേ ഒരു പണി ഗോസ്റ്റ് ഹണ്ടിങ് ആണ് ജോജി, ദാസപ്പൻ ഗൗരവത്തിൽ പറഞ്ഞു. പക്ഷെ പഴയതുപോലെ പറ്റില്ല. നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കണം. അതിന് സാധനം വാങ്ങാൻ പൈസ എവിടെ? സുപ്രു ചോദിച്ചു. അതിനൊരു വഴിയുണ്ട്. നമ്മൾ ബാങ്ക് ലോൺ എടുക്കും, ദാസപ്പൻ പ്രഖ്യാപിച്ചു. ലോണോ? നമുക്ക് ആര് ലോൺ തരാനാ? ജോജി സംശയിച്ചു. തരും. ഇരളൻകാവിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ടീമെന്ന സർട്ടിഫിക്കറ്റ് പോരെ? നമ്മൾ ബിസിനസ് ലോൺ എടുക്കും. പേര് സ്പിരിച്വൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ ദാസപ്പൻ്റെ വാചക കസർത്തിൽ വീണ ബാങ്ക് മാനേജർ എന്തോ വലിയ ഗവേഷണമാണെന്ന് കരുതി അവർക്ക് 5 ലക്ഷം രൂപ ലോൺ അനുവദിച്ചു. പണം കിട്ടിയതും അവർ നേരെ പോയത് ഇലക്ട്രോണിക് ഷോപ്പിലേക്കായിരുന്നു. ചേട്ടാ, സോണിയുടെ നൈറ്റ് വിഷൻ ക്യാമറ 1 എണ്ണം, ഗോസ്റ്റ് ബോക്സ് 1 എണ്ണം, EMF മീറ്റർ 3 എണ്ണം, പിന്നെ കുറച്ച് വാക്കി ടോക്കിയും. ജോജി ലിസ്റ്റ് വായിച്ചു. ഇതെന്തിനാ ചേട്ടാ ഇത്രയും സാധനങ്ങൾ? വല്ല സിനിമയും പിടിക്കാൻ പോവുകയാണോ? കടക്കാരൻ ചോദിച്ചു. സിനിമയല്ല, ജീവിതം പിടിക്കാൻ പോവുകയാണ്, ദാസപ്പൻ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് പറഞ്ഞു. സാധനങ്ങളെല്ലാം വാങ്ങി അവർ മുറിയിൽ തിരിച്ചെത്തി. കട്ടിലിൽ നിരത്തി വെച്ച പുതിയ ഗാഡ്ജറ്റുകൾ കണ്ട് ജോജിയുടെ കണ്ണ് തള്ളി. ഇത്തവണ നമ്മൾ പൊളിക്കും ദാസപ്പ. ഏത് പ്രേതത്തെയും ഇതിൽ കൊടുക്കാം, ജോജി പറഞ്ഞു. അത് ശരിയാ. പക്ഷേ സുപ്രു ഒരു പുതിയ പ്രശ്നം ഉന്നയിച്ചു. ഈ ക്യാമറ വെച്ച് പ്രേതത്തെ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ പ്രേതം നമ്മളെ അടിച്ചാൽ തടുക്കാൻ ഇതിൽ വല്ല സ്വിച്ചും ഉണ്ടോ? ദാസപ്പനും ജോജിയും പരസ്പരം നോക്കി. ആ ചോദ്യത്തിൽ കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് സുപ്രു തൻ്റെ ബാഗിൽ നിന്ന് ഒരു നീളൻ ലിസ്റ്റ് എടുത്തു. നാളെ നമ്മൾ അമ്പലത്തിലും പള്ളിയിലുമൊക്കെ ഒന്ന് പോകണം. സയൻസ് മാത്രം പോരാ, സേഫ്റ്റിയും വേണം. ശരിയാണ്. ഇത്തവണ നമ്മൾ ഫുൾ സജ്ജീകരണങ്ങളോടെ ഇറങ്ങും. ദൈവവും സയൻസും നമ്മുടെ കൂടെയുണ്ട്. ഇനി ഏത് പ്രേതം വന്നാലും നമ്മൾ വിടില്ല, ദാസപ്പൻ ആവേശത്തോടെ പറഞ്ഞു. പക്ഷേ ആവേശം അധികം നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് കറണ്ട് വന്നു. മുറിയിലെ ഫാൻ വലിയ ശബ്ദത്തോടെ കറങ്ങാൻ തുടങ്ങി. ഖർ 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 എന്ന ശബ്ദത്തിൽ. ആ ശബ്ദം കേട്ടതും അയ്യോ പ്രേതമെന്ന് നിലവിളിച്ച് സുപ്രുവും ഓടിക്കോ എന്ന് പറഞ്ഞ് ദാസപ്പനും ജോജിയും കട്ടിലിനടിയിലേക്ക് ഡൈവ് ചെയ്തു. ലോണെടുത്ത് വാങ്ങിയ ലക്ഷങ്ങളുടെ ക്യാമറ കട്ടിലിന് മുകളിലും ധീരരായ ഗോസ്റ്റ് ഹണ്ടേഴ്സ് കട്ടിലിൻ്റെ അടിയിലും. അവരുടെ 2ാം വരവ് തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ കാഴ്ചകൾ വിചിത്രമായിരുന്നു. സാധാരണ രാവിലെ എഴുന്നേറ്റ് ചായക്കടയിൽ പോയി തള്ളുന്ന ദാസപ്പനും സംഘവും ഇന്ന് അതിരാവിലെ കുളിച്ചൊരുങ്ങി ഭക്തിസാന്ദ്രമായി നിൽക്കുകയാണ്. ബാഗിൽ നിന്ന് ലോൺ കിട്ടിയ ബാക്കി പണവുമായി അവർ ആദ്യം പോയത് അങ്ങാടിയിലെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിലേക്കാണ്. ചേട്ടാ, ഒറിജിനൽ രുദ്രാക്ഷം ഉണ്ടോ? 5 മുഖമുള്ളത് വേണം, ദാസപ്പൻ ചോദിച്ചു. ഉണ്ട്. 1 എണ്ണമാണോ വേണ്ടത്? കടക്കാരൻ ചോദിച്ചു. അല്ല, ഒരു മാല കോർക്കാൻ വേണ്ടത്ര എടുത്തു. പിന്നെ നല്ല വീര്യം കൂടിയ ഭസ്മം, സാമ്പ്രാണിത്തിരി, മഞ്ഞൾപ്പൊടി. ദാസപ്പൻ ലിസ്റ്റ് നീട്ടി. അടുത്തായി അവർ പോയത് ക്രിസ്ത്യൻ ഭക്തിഗാന കാസറ്റുകളും പുസ്തകങ്ങളും വിൽക്കുന്ന കടയിലേക്കാണ്. ചേട്ടാ, പിശാചിനെ ഓടിക്കുന്ന വലിയൊരു വെള്ളിക്കുരിശ് വേണം.
പിന്നെ ബൈബിളും കുറച്ച് വെഞ്ചരിച്ച വെള്ളവും ജോജി ആവശ്യപ്പെട്ടു. കടക്കാരൻ അവരെ നോക്കി അന്തം വിട്ടു. ഇതെന്താ പിള്ളേരെ, വല്ല സിനിമയ്ക്കും വേണ്ടിയാണോ? അല്ല ചേട്ടാ, ആത്മീയമായ ഒരു ഉണർവിന് വേണ്ടിയാ, ജോജി ഗൗരവത്തിൽ പറഞ്ഞു. ഏറ്റവും രസകരമായ കാഴ്ച സുപ്രുവിൻ്റേതായിരുന്നു. അവനൊരു ഓട്ടം വിളിച്ച് അമ്പലത്തിലും പള്ളിയിലും ജറാത്തിലും പോയി വന്നു. തിരിച്ച് റൂമിലെത്തിയപ്പോൾ സുപ്രുവിനെ കണ്ടാൽ ഒരു നടിക്കുന്ന ദേവവിഗ്രഹം പോലെ ഉണ്ടായിരുന്നു. കഴുത്തിൽ പല വർണ്ണത്തിലുള്ള 10ഓളം ചരടുകൾ, കയ്യിൽ ചെറിയ ചെമ്പ് വെള്ളി മോതിരങ്ങൾ, അരയിൽ കറുത്ത ചരടിൽ കോർത്ത വലിയ എലസ്, പോക്കറ്റിൽ കുറച്ച് നാരങ്ങയും പച്ചമുളകും. എടാ സുപ്രു, നീ ഇതെന്താ വല്ല ഫാൻസി ഡ്രസ് മത്സരത്തിന് പോവുകയാണോ? ദാസപ്പൻ ചോദിച്ചു. കളിയാക്കേണ്ട ദാസപ്പേട്ട. സുപ്രു ഒരു നാരങ്ങ എടുത്ത് മണത്തു നോക്കി. ഇരളൻ കാവിലെ അനുഭവം മറന്നോ? അന്ന് ആ പൂജാരി കെട്ടിയ ഏലസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇത്തവണ ഞാനൊരു റിസ്ക് എടുക്കില്ല. ഹിന്ദു ഭേദമാണെങ്കിൽ ഭസ്മം, ക്രിസ്ത്യൻ ഭേദമാണെങ്കിൽ കുരിശ്, മുസ്ലിം ഭേദമാണെങ്കിൽ സുറ. സേഫ്റ്റി ഫസ്റ്റ്. ജോജി ചിരിച്ചുകൊണ്ട് കട്ടിലേക്ക് നോക്കി. അവിടെ അവർ വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. നടുവിൽ സോണിയുടെ പുതിയ നൈറ്റ് വിഷൻ ക്യാമറ, അതിനു ചുറ്റും ഒരു കോട്ട പോലെ ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ, വെള്ളിക്കുരിശ്, രുദ്രാക്ഷമാല, ജപിച്ച വെള്ളം എന്നിവ വെച്ചിരിക്കുന്നു. സയൻസും ദൈവവും ഒന്നിക്കുന്നു. ഇതാണ് നമ്മുടെ പുതിയ പോളിസി, ജോജി പറഞ്ഞു. ഇതൊക്കെ കൊള്ളാം, പക്ഷേ പ്രേതത്തിന് മതം ഉണ്ടോടാ? ദാസപ്പൻ സംശയം ചോദിച്ചു. ഉണ്ടാകും ദാസപ്പേട്ടാ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആധാർ കാർഡ് നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഏത് മതത്തിൽപ്പെട്ട പ്രേതം വന്നാലും നേരിടാൻ നമ്മൾ റെഡിയായിരിക്കണം. അതാണ് ഈ സർവ്വമത പ്രാർത്ഥന, സുപ്രു വിശദീകരിച്ചു. അന്ന് വൈകുന്നേരം അവർ തങ്ങളുടെ യൂട്യൂബ് ചാനലിലെ പേര് മാറ്റാൻ തീരുമാനിച്ചു. പഴയ ഹൊറർ വൈഫ്സ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സുപ്രുവിന് നെഞ്ചിടിപ്പാണ്. നമുക്ക് പേര് മാറ്റാം, കുറച്ചുകൂടി പോസിറ്റീവായ പേര് വേണം. ദാസപ്പൻ ലാപ്ടോപ്പ് തുറന്നു. പല പേരുകളും ആലോചിച്ചു. ഒടുവിൽ ജോജി ഒരു പേര് നിർദ്ദേശിച്ചു. ഡിവൈൻ ഗോസ്റ്റ് ഹണ്ടേഴ്സ്. അത് കൊള്ളാം, ദൈവത്തിൻ്റെ സ്വന്തം പ്രേതവേട്ടക്കാർ. ദാസപ്പൻ അംഗീകരിച്ചു. അങ്ങനെ പ്രൊഫൈൽ പിക്ചറായി സുപ്രു കഴുത്തിൽ നിറയെ ഏലസും കെട്ടി നിൽക്കുന്ന ഫോട്ടോയും ഇട്ട് അവർ ചാനൽ റീബ്രാൻഡ് ചെയ്തു. ലോൺ എടുത്ത കാശ് കൊണ്ട് അത്യാവശ്യം നല്ല ഫുഡും കഴിച്ച് അവർ തങ്ങളുടെ ആദ്യത്തെ ദൈവികമായ കേസിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ ആ കാത്തിരിപ്പ് അധികം നീണ്ടു നിന്നില്ല. ജോജിയുടെ ഫോണിലേക്ക് ആ സബ്സ്ക്രൈബറുടെ വിളിയെത്തിയത് അന്നായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ദാസപ്പൻ തൻ്റെ റേബാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് കട്ടിലിരിക്കുകയായിരുന്നു. ജോജി പുതിയ EMF മീറ്റർ കയ്യിൽ വെച്ച് മുറിയിലെ സ്വിച്ച് ബോർഡിൽ എടുത്തു വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. ബീപ്പ് ബീപ്പ് മീറ്റർ ശബ്ദമുണ്ടാക്കി. കൊള്ളാം ദാസപ്പ, സാധനം വർക്കിംഗ് ആണ്. കറണ്ട് ഉള്ളപ്പോൾ ഇത് ശബ്ദിക്കുന്നുണ്ട്. ഇനി പ്രേതം വരുമ്പോൾ ശബ്ദിക്കുമെന്ന് കണ്ടറിയണം, ജോജി പറഞ്ഞു. സുപ്രു മുറിയുടെ മൂലയിലിരുന്ന് പച്ചമുളകും നാരങ്ങയും കോർത്ത് ഒരു മാല ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇത് നമ്മുടെ വണ്ടിക്ക് മുന്നിൽ കെട്ടണം, ദൃഷ്ടിദോഷം മാറാൻ, സുപ്രു പിറുപിറുത്തു. അപ്പോഴാണ് ജോജിയുടെ ഫോൺ റിങ് ചെയ്തത്. റിംഗ് ടോണിൽ ഒരു പഴയ ഹൊറർ സിനിമയിലെ മ്യൂസിക്കായിരുന്നു. പെട്ടെന്ന് ആ ശബ്ദം കേട്ടതും സുപ്രു നാരങ്ങയും വലിച്ചെറിഞ്ഞ് ദാസപ്പൻ്റെ ദേഹത്തേക്ക് ചാടി. അയ്യോ, പ്രേതം വിളിക്കുന്നു, മാറാ അവിടുന്ന്, എൻ്റെ ഫോൺ ബെല്ലടിച്ചതാ. ജോജി സുപ്രുവിനെ തള്ളി മാറ്റി ഫോൺ എടുത്തു. ഡിസ്പ്ലേയിൽ അൺനോൺ നമ്പർ എന്ന് കണ്ടു. ഹലോ ഡിവൈൻ ഗോസ്റ്റ് ഹണ്ടേഴ്സ്, ദിസ് ഈസ് ജോജി സ്പീക്കിംഗ്. ജോജി ഗൗരവത്തിൽ ഇംഗ്ലീഷ് കാച്ചി. മറുതലയ്ക്കൽ നിന്ന് വിറയാർന്ന പേടി നിറഞ്ഞ ഒരു ശബ്ദം. സാറേ, ഞാൻ രമേശാണ്, നിങ്ങളുടെ പഴയ സബ്സ്ക്രൈബറാണ്. സർ, ഒന്ന് സഹായിക്കണം. ജോജി ഫോൺ സ്പീക്കറിലിട്ടു. ദാസപ്പനും സുപ്രുവും ആകാംക്ഷയോടെ അടുത്തു വന്നു. എന്താ രമേശ്, എന്താ പ്രശ്നം? ദാസപ്പൻ ചോദിച്ചു. സർ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. സാമ്പത്തികമായി വലിയ മെച്ചമൊന്നുമില്ല. വാടക കുറവാണെന്ന് കരുതിയാണ് ഞാൻ കുടുംബത്തോടൊപ്പം ഈ വീട്ടിലേക്ക് മാറിയത്. ഗ്രാമത്തിലെ ഒരു ഒറ്റപ്പെട്ട വീടാണ്. പക്ഷേ ഇവിടെ വന്ന അന്നു മുതൽ സമാധാനം കിട്ടിയിട്ടില്ല. എന്തുപറ്റി? രാത്രിയായാൽ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ തനിയെ വീഴുന്ന ശബ്ദം കേൾക്കാം. ചിലപ്പോൾ ടെറസിലാരോ ഓടുന്ന ശബ്ദം. എൻ്റെ ഭാര്യയും 2 ചെറിയ മക്കളും പേടിച്ച് പനി പിടിച്ച് കിടപ്പാണ്. ഇന്നലെ രാത്രി എൻ്റെ ഇളയ മകൾ പറഞ്ഞു ജനലിൻ്റെ കമ്പിയിൽ ആരോ തൂങ്ങി നിൽക്കുന്നത് കണ്ടെന്ന്. അത് കേട്ടതും സുപ്രുവിൻ്റെ തൊണ്ട വരണ്ടു. അവനറിയാതെ കഴുത്തിലെ ഏലസിൽ പിടിച്ചു. യോ, തൂങ്ങി നിൽക്കുന്നതോ? അത് ഡേഞ്ചറാണല്ലോ, സുപ്രു മന്ത്രിച്ചു. ഞങ്ങൾ വീട് മാറാൻ തീരുമാനിച്ചതാണ് സാർ. പക്ഷേ വീടിൻ്റെ ഉടമസ്ഥൻ സമ്മതിക്കുന്നില്ല. കൊടുത്ത 50,000 രൂപ അഡ്വാൻസ് തിരിച്ചു തരില്ലെന്ന് പറഞ്ഞു. ഇനി വേറെ വഴിയില്ല സാർ, നിങ്ങളൊന്ന് വന്ന് നോക്കണം. ഇവിടെ പ്രേതമുണ്ടെന്ന് തെളിയിച്ചാൽ എനിക്ക് ആ പൈസ വാങ്ങി ഇവിടെ നിന്ന് പോകാം. ദാസപ്പൻ ജോജിയെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി. ഇതൊരു അവസരമാണ്, പേടിക്കേണ്ട രമേശ്. ദാസപ്പൻ ഫോൺ വാങ്ങി ഗാംഭീര്യത്തിൽ പറഞ്ഞു. ഞങ്ങൾ വരും. അവിടെ എന്ത് ദുഷ്ടശക്തി ഉണ്ടെങ്കിലും ഞങ്ങളത് കണ്ടുപിടിക്കും. നെഗറ്റീവ് എനർജിയെ ഞങ്ങൾ പോസിറ്റീവാക്കും.
ലൊക്കേഷൻ വാട്സപ്പ് ചെയ്തോളൂ. ഫോൺ വെച്ചതും ദാസപ്പൻ ആവേശത്തോടെ കൈകൊട്ടി. പിള്ളാരെ, നമ്മുടെ ആദ്യ കേസ് റെഡി. ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാനുള്ള വകയായി. പക്ഷേ ദാസപ്പേട്ടാ, സുപ്രു വിറച്ചുകൊണ്ട് ചോദിച്ചു. ജനലിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടെന്നല്ലേ അയാൾ പറഞ്ഞത്? അത് യക്ഷിയാണെങ്കിലോ? നമ്മുടെ കയ്യിൽ യക്ഷിയെ പിടിക്കാനുള്ള വല്ലതും ഉണ്ടോ? നീ പേടിക്കാതെ സുപ്രു, നമ്മുടെ കയ്യിൽ സയൻസും ദൈവവും ഇല്ലേ, പിന്നെ എന്തിനു ഭയം? ജോജി സുപ്രുവിനെ ആശ്വസിപ്പിച്ചു. എന്നാലും സുപ്രുവിന് വിശ്വാസം വന്നില്ല. എന്നാലും ഇല്ല, നാളെ നമ്മൾ അങ്ങോട്ട് പോകുന്നു, തയ്യാറായിക്കോ, ദാസപ്പൻ പ്രഖ്യാപിച്ചു. പിറ്റേന്ന് രാവിലെ യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് വലിയൊരു പ്രതിസന്ധി ഉണ്ടായത്. ദാസപ്പനും ജോജിയും ബാഗുകൾ പാക്ക് ചെയ്യുമ്പോൾ സുപ്രു മുറിയുടെ മൂലയിൽ ഒരു പ്ലാസ്റ്റിക് കസാരയിൽ മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വരില്ല, എന്നെ വിട്ടേക്ക്, എനിക്കെൻ്റെ അമ്മയെ കാണണം. സുപ്രുവിൻ്റെ ശബ്ദം വിറയ്ക്കുകയായിരുന്നു. എടാ സുപ്രു, വണ്ടിയൊക്കെ വിളിച്ചു, ഇനിയിപ്പോൾ മുങ്ങല്ലേ? ദാസപ്പൻ ദേഷ്യപ്പെട്ടു. രമേശ് വിളിച്ചു പറഞ്ഞു, ആ ജനലിൽ കണ്ട രൂപം ഇന്നലെയും വന്നെന്ന്. അത് നമ്മളെ കാത്തിരിക്കുക. അത് കേട്ടതും സുപ്രു കസാരയിൽ നിന്ന് താഴേക്ക് വീണു. അയ്യോ, കാത്തിരിക്കുകയാണെന്നോ? കല്യാണം കഴിക്കാൻ ചെക്കനെ കാത്തിരിക്കുന്ന പോലെയാണല്ലോ പറച്ചിൽ. എനിക്ക് വയ്യ ദാസപ്പേട്ട, ആ ജനലിൽ തൂങ്ങി നിൽക്കുന്ന സാധനത്തിനെ കാണാനുള്ള ത്രാണി എനിക്കില്ല. എടാ, നമ്മൾ 5 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത്. ഈ കേസ് തെളിയിച്ചാൽ മാത്രമേ യൂട്യൂബിൽ റീച്ച് കിട്ടൂ, അല്ലെങ്കിൽ പലിശക്കാർ വന്ന് നമ്മുടെ തൊലി ഉരിക്കും, ജോജി ഓർമ്മിപ്പിച്ചു. പലിശക്കാർ തൊലിയല്ലേ ഉരിക്കൂ, പ്രേതം ചിലപ്പോൾ എല്ല് വരെ ഊറ്റി കുടിക്കും. ഞാൻ വരുന്നില്ല, സുപ്രു തീർത്ത് പറഞ്ഞു. ദാസപ്പൻ ഒന്ന് ആലോചിച്ചു. ഭീഷണി ഫലിക്കുന്നില്ല, ഇനി തന്ത്രം മാറ്റാം. ശരി, നീ വരണ്ട, ദാസപ്പൻ കൂളായി പറഞ്ഞു. ഞാനും ജോജിയും പൊക്കോളാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? സുപ്രു തലയുയർത്തി. നീ റൂമിൽ തനിച്ച് നിൽക്കേണ്ടി വരും. നിനക്കറിയാലോ നമ്മൾ ഈ റൂം എടുക്കുമ്പോൾ ബ്രോക്കർ പറഞ്ഞത്. പണ്ടിവിടെ താമസിച്ചിരുന്ന ഒരാൾ. ദാസപ്പൻ സീലിംഗ് ഫാനിലേക്ക് ഒന്നും നോക്കി നെടുവീർപ്പെട്ടു. അതുകൊണ്ട് നീ രാത്രി സൂക്ഷിച്ചോ. ചിലപ്പോൾ കട്ടിലിനടിയിൽ നിന്നോ ബാത്റൂമിൽ നിന്നോ ഒക്കെ ചില ശബ്ദങ്ങൾ കേട്ടെന്നിരിക്കും. സുപ്രുവിൻ്റെ മുഖം വിളറി വെളുത്തു. കാട്ടിലെ പ്രേതമാണോ റൂമിലെ പ്രേതമാണോ നല്ലതെന്ന കൺഫ്യൂഷനായി അവന്. അത് കള്ളമല്ലേ, ഇവിടെ പ്രേതമൊന്നും ഇല്ലല്ലോ, സുപ്രു വിക്കി. ആര് പറഞ്ഞു? ഇന്നലെ രാത്രി നീ കൂർക്കം വലിച്ചുറങ്ങിയപ്പോൾ ഞാനൊരാളെ ജനലിലൂടെ കണ്ടു. നിന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നിന്നെ ഇവിടെ തരിച്ചാക്കി പോയാ. ജോജി പാതി വഴിയിൽ നിർത്തി. സുപ്രു ചാടി എഴുന്നേറ്റു. വേണ്ട, എന്നെ തരിച്ചാക്കണ്ട, ഞാൻ വരാം. പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് അതിൻ്റെ കണ്ടീഷൻ? ദാസപ്പൻ ചോദിച്ചു. സുപ്രു വിരൽ മടക്കി എണ്ണാൻ തുടങ്ങി. 1, ഞാൻ ക്യാമറ പിടിക്കില്ല, അത് ജോജിയേട്ടൻ പിടിച്ചോണം. 2, ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും നടുക്കേ നടക്കൂ. ബാത്റൂമിൽ പോകുമ്പോൾ പോലും ആരെങ്കിലും കൂടെ വരണം. 3, പ്രേതത്തെ കണ്ടാൽ ആദ്യം ഓടാനുള്ള പെർമിഷൻ എനിക്ക് തരണം. എന്നെ തടയാൻ പാടില്ല. സമ്മതിച്ചു. ദാസപ്പൻ കൈകൊടുത്തു. ഇനി വേഗം റെഡിയാകുക. ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തണം. സുപ്രു റെഡിയാകാൻ തുടങ്ങി. പക്ഷെ അവൻ്റെ വേഷം കെട്ടൽ കണ്ട് ദാസപ്പനും ജോജിയും ചിരിച്ച് മണ്ണ് കപ്പി. സാധാരണ പാൻറ്റിനും ഷർട്ടിൻ്റെ മുകളിൽ സുപ്രു ഒരു ലെതർ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, കടികൊള്ളാതിരിക്കാൻ. തലയിലൊരു ഹെൽമറ്റ് വെച്ചിട്ടുണ്ട്, തലയിൽ തേങ്ങയോ കല്ലോ വീഴാതിരിക്കാൻ. കാലിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ വയ്ക്കുന്ന പാഡ് വെച്ച് കെട്ടിയിട്ടുണ്ട്. എടാ, നീ പ്രേതത്തെ പിടിക്കാൻ പോവുകയാണോ അതോ യുദ്ധത്തിന് പോവുകയാണോ? ജോലി ചോദിച്ചു. ഇതാണ് എൻ്റെ സേഫ്റ്റി ഗിയർ. ഇരളൻകാവിലെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും പോരാ. സുപ്രു ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് താഴ്ത്തി. ഇത് നമുക്ക് പോകാം. വണ്ടി വന്നോ? വന്നു. സാധനങ്ങളൊക്കെ എടുക്ക്, ദാസപ്പൻ പറഞ്ഞു. അവർ ലോണെടുത്ത് വാങ്ങിയ വിലപിടിച്ച ക്യാമറകളും സ്പിരിറ്റ് ബോക്സുകളും സെൻസറുകളും കാറിലേക്ക് കയറ്റി. എന്നാൽ അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബാഗ് കൂടി സുപ്രു കരുതിയിരുന്നു. ആ ബാഗിൽ എന്താ സുപ്രു? ഫുഡ് വല്ലതും ആണോ? ദാസപ്പൻ ചോദിച്ചു. അല്ല, ഇതാണ് നമ്മുടെ മെയിൻ ആയുധം. സുപ്രു ആ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മറഗ്രന്ഥങ്ങളും വിശുദ്ധ വസ്തുക്കളും. ഇതില്ലാതെ ഞാൻ വണ്ടിയിൽ കയറില്ല. ശരി, അതും വെച്ചോ, ജോജി സമ്മതിച്ചു. അങ്ങനെ യുദ്ധത്തിനുള്ള സന്നാഹങ്ങളുമായി ഡിവൈൻ ഗോസ്റ്റ് കണ്ടേഴ്സ് രമേശിൻ്റെ വീട് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. കാറിൽ സുപ്രു ഹെൽമറ്റ് വെച്ചിരിക്കുന്നത് കണ്ട് വഴിയിലുള്ളവർ അത്ഭുതത്തോടെ നോക്കി. വാടകയ്ക്കെടുത്ത ഇന്നോവ കാർ ഗ്രാമത്തിലെ വഴിയിലൂടെ കുതിച്ചു പാഞ്ഞു. ഡ്രൈവർ ഇടയ്ക്കിടെ റിയർവ്യൂ മിററിലൂടെ പിൻസീറ്റിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഹെൽമറ്റും പാടും വെച്ച് ഒരു ബഹിരാകാശ സഞ്ചാരിയെപ്പോലെ ഇരിക്കുന്ന സുപ്രുവിനെ കണ്ടിട്ട് അയാൾക്ക് ചിരിയടക്കാൻ പാടായിരുന്നു. സുപ്രു, നീ ആ ഹെൽമറ്റ് ഒന്ന് ഊരടാ, AC ഇട്ടിട്ട് നിനക്ക് വിയർക്കുന്നില്ലേ? മുൻസീറ്റിലിരിക്കുന്ന ദാസപ്പൻ ചോദിച്ചു. ഊരില്ല, വണ്ടി പറഞ്ഞാലോ? അല്ലെങ്കിൽ വഴിയിൽ വെച്ച് പ്രേതം ലിഫ്റ്റ് ചോദിച്ചാലോ? സേഫ്റ്റി പ്രധാനം, സുപ്രു ഹെൽമറ്റിൻ്റെ ഗ്ലാസ് ഉയർത്തി പറഞ്ഞു. ജോജി സുപ്രുവിൻ്റെ മടിയിലിരിക്കുന്ന വലിയ ബാഗിലേക്ക് നോക്കി. ഇതിനെന്താ ഇത്രയും വലിയ ഭാരം? നമ്മുടെ ക്യാമറയൊക്കെ ഡിക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ആയുധശേഖരം. സുപ്രു ബാഗിൻ്റെ സിബ് തുറന്നു.
ഇരളൻകാവിൽ പറ്റിയ അബദ്ധം ഇനിയും പറ്റരുത്. സയൻസ് തോക്കുന്നിടത്ത് വിശ്വാസം ജയിക്കും. അവൻ ബാഗിൽ നിന്ന് ഓരോന്നായി പുറത്തെടുത്തു. ആദ്യം പുറത്തെടുത്തത് ഒരു വലിയ ബൈബിളായിരുന്നു. ഇത് കോഞ്ചറിങ് സിനിമയെ കണ്ടിട്ടില്ലേ? ഇംഗ്ലീഷ് പ്രേതങ്ങളും ക്രിസ്ത്യൻ പ്രേതങ്ങളും ഇത് കണ്ടാൽ മുട്ടുപറയ്ക്കും. അടുത്തത് ഭഗവത്ഗീത. ഇത് നമ്മുടെ ലോക്കൽ പ്രേതങ്ങൾക്ക്. യക്ഷി, മറുത, കുട്ടിച്ചാത്തൻ ഇവർക്കുള്ള മറുപടി ഇതിലുണ്ട്. പിന്നെ ഒരു ഖുറാൻ. ഇത് ജിന്നുകൾ വന്നാൽ ഓടിക്കാൻ. ചുരുക്കത്തിൽ ഏത് മതത്തിൽപ്പെട്ട പ്രേതം വന്നാലും നേരിടാൻ ഞാൻ റെഡി. ജോജി അന്തം വിട്ടു. എടാ, പ്രേതത്തിന് മതവും ജാതിയൊക്കെ ഉണ്ടോ? ഉണ്ടാവും ജോജിയേട്ടാ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആധാർ കാർഡും ജാതി സർട്ടിഫിക്കറ്റും ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സർവ്വമത സ്പിരിച്വൽ കിറ്റ് കയ്യിൽ കരുതുന്നത് നല്ലതാ, സുപ്രു ഗൗരവത്തിൽ പറഞ്ഞു. അവൻ വീണ്ടും ബാഗിൽ കൈയിട്ടു. തിളങ്ങുന്ന ഒരു സാധനം പുറത്തെടുത്തു. അതൊരു വലിയ വെള്ളിക്കുരിശായിരുന്നു. ഇതെന്തിനാ? വല്ല ഡ്രാക്കുളയും വന്നാൽ കുത്താനാണോ? ദാസപ്പൻ ചോദിച്ചു. അതെ, വെള്ളി കണ്ടാൽ ചില പ്രേതങ്ങൾക്ക് അലർജിയാണ്. ഇത് വെച്ച് നെഞ്ചത്തൊട്ടൊരൊറ്റ കുത്തു കൊടുത്താൽ മതി, തീർന്നു. സുപ്രു കുരിശ് വായുവിലുയർത്തി കുത്തിക്കാടിച്ചു. അവസാനമായി അവൻ ഒരു സ്പ്രേ ബോട്ടിലെടുത്തു. അതിൽ കലങ്ങിയ നിറത്തിലുള്ള വെള്ളമായിരുന്നു. ഇതെന്താ, സാനിറ്റൈസറാണോ? ജോയി ചോദിച്ചു. അല്ല, ഇതെൻ്റെ സ്വന്തം കണ്ടുപിടുത്തമാണ്, ഹോളി കോക്ടെയിൽ. ഇതിൽ കുറച്ച് സംസം വെള്ളം, കുറച്ച് പള്ളിയിലെ തീർത്ഥം, കുറച്ച് വെഞ്ചരിച്ച വെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്തതാ. പ്രേതത്തിൻ്റെ ദേഹത്ത് സ്പ്രേ ചെയ്താൽ പുകഞ്ഞു പോകുന്നത് കാണാം. ദാസപ്പൻ തലയിൽ കൈവച്ചു. എടാ, നീ ഇതൊക്കെ എപ്പോൾ സംഘടിപ്പിച്ചു? ജീവൻ പോകുമെന്ന് തോന്നിയാൽ എന്ത് സംഘടിപ്പിക്കും ദാസപ്പേട്ട? സുപ്രു ബാഗ് പൂട്ടി. കാർ സാവധാനം വേഗത കുറച്ചു. സ്ഥലമെത്തി, ഡ്രൈവർ പറഞ്ഞു. അവർ പുറത്തേക്ക് നോക്കി. റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിൽ വലിയൊരു മതിൽക്കെട്ടിൽ നിൽക്കുന്ന പഴയൊരു വീട്. ഒറ്റനോട്ടത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വീടിന് ചുറ്റും വല്ലത്തൊരു മൂകത തളം കെട്ടി നിൽക്കുന്നത് പോലെ. ദാസപ്പ റെഡിയല്ലേ? ജോജി ചോദിച്ചു. റെഡി. ക്യാമറ എടുക്ക്. സുപ്രു, ആ ഹെൽമെറ്റ് ഊരിയിട്ട് ബാഗ് എടുത്തു വാ. ദാസപ്പൻ കൂളിംഗ് ഗ്ലാസ് റെഡിയാക്കി ഡോർ തുറന്നു. സുപ്രു ഹെൽമെറ്റ് ഊരി കാറിൽ വെച്ചു. പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് അവൻ തൻ്റെ കഴുത്തിലെ ഏലസുകൾ ഒന്നുകൂടി മുറുക്കി. ദൈവമേ കാത്തോടെ, അഡ്വാൻസ് തുക തിരിച്ചു കിട്ടാൻ വേണ്ടി ആ പാവം ചേട്ടൻ വിളിച്ചതാ. ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കല്ലേ. അവർ കാറിൽ നിന്നിറങ്ങി. മുറ്റത്ത് നിൽക്കുന്ന മാവിലകൾ കാറ്റിൽ ആടി ഉലഞ്ഞു. ആ വീടിൻ്റെ ജനലുകൾ കണ്ണുകൾ പോലെ അവരെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുകളിലത്തെ നിരയിലെ ആ ജനൽ. ശരി, ഇനി സമയം കളയണ്ട, സെറ്റപ്പ് തുടങ്ങാം. ജോജി ബാഗുകൾ തുറന്നു. അടുത്ത 1 മണിക്കൂറുകൾ അവർ തിരക്കിട്ട പണിയിലായിരുന്നു. ഹാളിലും ഗോവണിയിലും അടുക്കളയിലും മുകളിലത്തെ ആ പേടിപ്പിക്കുന്ന മുറിയിലും അവർ നൈറ്റ് വിഷൻ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ഓരോ മുറിയിലും മോഷൻ സെൻസറുകൾ വെച്ചു. സുപ്രു ആകട്ടെ തൻ്റെ ആയുധങ്ങൾ വിന്യസിക്കുന്ന തിരക്കിലായിരുന്നു. അവൻ ഹാളിലെ ടീപ്പോയുടെ മുകളിൽ ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും നിരത്തി വെച്ചു. വെള്ളിക്കുരിശ് നടുവിൽ കുത്തി നിർത്തി. എന്നിട്ട് അതിനു ചുറ്റും ഒരു വട്ടം വരച്ചു. ഇതെന്താടാ? ജോയി ചോദിച്ചു. ഇതാണ് നമ്മുടെ സേഫ് സോൺ. പ്രേതം വന്നാൽ നമ്മൾ ഇതിനുള്ളിലേക്ക് ചാടിക്കയറും. ഇവിടെ തൊട്ടാൽ പ്രേതം ഷോക്കടിച്ച് തെറിക്കും, സുപ്രു പറഞ്ഞു. എല്ലാം സെറ്റ് ചെയ്ത ശേഷം അവർ ഹാളിലെ സോഫയിൽ വന്നിരുന്നു. മുമ്പിൽ ലാപ്ടോപ്പ് തുറന്നു വെച്ചു. എല്ലാ ക്യാമറ ദൃശ്യങ്ങളും അതിൽ കാണാം. പുറത്ത് സന്ധ്യ മയങ്ങി തുടങ്ങി. ഇരുട്ടിനെ വീട് വിഴുങ്ങാൻ തുടങ്ങി. ചീവീടുകളുടെ കരച്ചിൽ ഉച്ചത്തിലായി. ഓപ്പറേഷൻ തുടങ്ങുന്നു. ദാസപ്പൻ വാക്കി ടോക്കി ഓൺ ചെയ്തു. ടൈം 7:30 PM. ലൊക്കേഷൻ ക്ലിയർ. പെട്ടെന്ന് സുപ്രുവിൻ്റെ കയ്യിലിരുന്ന EMF മീറ്റർ ഒന്ന് മിന്നി. ബീപ്പ്. സുപ്രു ഞെട്ടി. ദാസപ്പേട്ട, മീറ്റർ അനങ്ങി. അതുമല്ല, വയറിങ്ങിൻ്റെ പ്രശ്നമാകും, നീ പേടിക്കാതെ, ജോജി പറഞ്ഞു. പക്ഷേ വീടിനുള്ളിലെ വായുവിന് കനം കൂടുന്നത് പോലെ അവർക്ക് തോന്നി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തണുപ്പ് അപ്പോൾ അനുഭവപ്പെട്ടു. എടാ എനിക്ക് വിശക്കുന്നു, നമുക്ക് വല്ലതും കഴിച്ചാലോ? സുപ്രു ഭയം മാറ്റാൻ വിഷയം മാറ്റി. ശരി, അടുക്കളയിൽ പോയി നോക്കാം, രമേശ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടാകും. ദാസപ്പൻ എഴുന്നേറ്റു. അവർ മൂവരും കൂടി അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ അടുക്കള വാതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ കേട്ടു അകത്തുനിന്ന് പാത്രങ്ങൾ തനിയെ ഇളകുന്ന ശബ്ദം. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ ഉരുളുന്ന ശബ്ദം കേട്ടത് മൂവരും തറഞ്ഞു നിന്നു. സിമൻ്റ് തറയിലൂടെ സ്റ്റീൽ പാത്രങ്ങൾ ഇഴയുന്ന ശബ്ദം ആ നിശ്ചലതയിൽ വലിയൊരു മുഴക്കം പോലെ തോന്നി. ദാസപ്പേട്ട, അകത്ത് ആരോ ഉണ്ട്, നമുക്ക് ഓടിയാലോ? സുപ്രു ജോജിയുടെ പിന്നിലേക്ക് വലിഞ്ഞു. മിണ്ടാതിരിടാ, വല്ല എലിയോ പൂച്ചയോ ആകും, ദാസപ്പൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എങ്കിലും അവൻ്റെ കയ്യിലെ ടോർച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജോജി, നീ വാതിൽ തുറക്ക്, ഞാൻ കവർ ചെയ്യാം. എന്ത് കവർ ചെയ്യാൻ? ചേട്ടൻ്റെ കൈ വല്ല തോക്കുണ്ടോ? ജോജി ചോദിച്ചു. തോക്കില്ല, ഈ വടിയുണ്ട്, നീ തുറക്ക്. ദാസപ്പൻ അവിടെ കണ്ട ഒരു ചൂല് കയ്യിലെടുത്തു. ജോജി ശ്വാസം അടക്കിപ്പിടിച്ച് അടുക്കള വാതിലിൻ്റെ പിടിയിൽ അമർത്തി. ക്രീ എന്ന ശബ്ദത്തോടെ വാതിൽ പാതി തുറന്നു. മൂവരും ഒരേ സമയം ടോർച്ച് വെളിച്ചം അകത്തേക്കടിച്ചു. വെളിച്ചം അടുക്കളയിലെ സ്ലാബിലും സിങ്കിലുമൊക്കെ പാഞ്ഞു നടന്നു. അവിടെ ആരുമില്ല. പക്ഷെ തറയിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു.
കണ്ടോ, ആ ഗ്ലാസ് തനിയെ കറങ്ങുന്നു. സുപ്രു അലറി. പൂച്ച തട്ടിയിട്ടതാകും. ദാസപ്പൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവർ ആ ഗ്ലാസ് എടുത്ത് സ്ലാബിൽ വെച്ചു. പക്ഷെ ദാസപ്പെട്ട, ജനലും വാതിലും എല്ലാം അടച്ചിരിക്കുകയല്ലേ, പിന്നെങ്ങനെ പൂച്ച വരും? ജോജി ചുറ്റും നോക്കി. അടുക്കളയിലെ ഫ്രിഡ്ജിന് മുകളിലിരുന്ന ഒരു പഴയ പാവ അവരെ തന്നെ നോക്കിയിരിക്കുന്നത് സുപ്രു കണ്ടു. ജോജിയേട്ടാ, ആ പാവ എന്നെ നോക്കി കണ്ണിറുക്കിയോ? അത് നിനക്ക് തോന്നുന്നതാ. വാ, ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല, വാ നമുക്ക് ഹാളിലിരിക്കാം, ദാസപ്പൻ പറഞ്ഞു. അവർ വേഗത്തിൽ അടുക്കളയിൽ നിന്നിറങ്ങി വാതിലടച്ചു. ഹാളിലെത്തി. സേഫ് സോണിലെ സോഫയിൽ വന്നിരുന്നപ്പോഴാണ് അവർക്ക് ആശ്വാസമായത്. ഇനി എങ്ങോട്ടും പോകുന്നില്ല, നേരം വിളക്കുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കും. സുപ്രു ഭഗവത്ഗീത നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സമയം 8 മണി. വീടിനുള്ളിലെ അന്തരീക്ഷം മെല്ലെ മാറാൻ തുടങ്ങി. പെട്ടെന്ന് ഹാളിൽ അസാധാരണമായൊരു തണുപ്പ് അനുഭവപ്പെട്ടു. AC ഇല്ലാത്ത ആ മുറിയിൽ ഒരു ഫ്രിഡ്ജിനുള്ളിൽ ഇരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. എടാ, നല്ല തണുപ്പ് വരുന്നില്ലേ? ദാസപ്പൻ കൈകൾ കൂട്ടിത്തിരുമി. ആ, എനിക്കും തോന്നുന്നു. ടെമ്പറേച്ചർ മീറ്റർ നോക്ക്, ജോജി പറഞ്ഞു. ലാപ്ടോപ്പിലെ റീഡിംഗ് നോക്കി. അയ്യോ, 22 ഡിഗ്രിയിൽ നിന്ന് പെട്ടെന്ന് 18 ഡിഗ്രിയിലേക്ക് താഴ്ന്നു. ഇവിടെ എന്തോ ഒരു സാന്നിധ്യമുണ്ട്. ആ നിമിഷം സുപ്രുവിൻ്റെ മൂക്കിലേക്ക് ഒരു ഗന്ധം അടിച്ചു കയറി. ദാസപ്പേട്ടാ, മണം, നല്ല മുല്ലപ്പൂവിൻ്റെ മണം. മുല്ലപ്പൂവോ? ദാസപ്പൻ മൂക്ക് വിടർത്തി. ശരിയാണല്ലോ, നല്ല പാലപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും മണം. സുപ്രുവിൻ്റെ മുഖം വിളറി വെളുത്തു. പാലപ്പൂവും മുല്ലപ്പൂവും? അത് യക്ഷിയാണ്, യക്ഷി വരുന്നു. അവൻ തൻ്റെ ബാഗിൽ നിന്ന് ഹോളി കോക്ടെയിൽ എടുത്ത് ഭ്രാന്തമായി സ്പ്രേ ചെയ്യാൻ തുടങ്ങി. ശാന്തനാകും സുപ്രു, അത് വല്ല റൂം ഫ്രഷറും ആകും, ജോജി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജോജിയുടെ മനസ്സിലും പേടി ഇരച്ച് കയറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആരോ കോണിപ്പടി ഇറങ്ങി വരുന്ന ശബ്ദം. മൂവരും ശ്വാസം വിടാൻ മറന്ന് ഗോവണിയിലേക്ക് നോക്കി. ഇരുട്ടിൽ നിന്ന് ആ രൂപം താഴേക്കിറങ്ങി വരികയാണ്. അവർ ടോർച്ച് അങ്ങോട്ട് തെളിച്ചു. ആരും ഉണ്ടായിരുന്നില്ല, ഒഴിഞ്ഞ കോണിപ്പടികൾ മാത്രം. പക്ഷേ പടികളിൽ വെച്ചിരിക്കുന്ന മോഷൻ സെൻസർ ലൈറ്റ് പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്തു. ആരോ അതിന് മുന്നിലൂടെ കടന്നു പോയിരിക്കുന്നു. സെൻസർ വർക്ക് ചെയ്തു. അവിടെ ആരോ ഉണ്ട്, ജോജി വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും പുറത്ത് വലിയൊരു കാറ്റും കോളും തുടങ്ങി. ജനലുകൾ ടപ്പേ ടപ്പേ എന്ന് അടിക്കാൻ തുടങ്ങി. ഇടിമുഴക്കം വീടിനെ പിടിച്ചു കുലുക്കി. യോ, മഴ വരുന്നു, പ്രളയം വരുന്നു, സുപ്രു നിലവിളിച്ചു. തൊട്ടടുത്ത നിമിഷം ആകാശം പിളർക്കുന്ന പോലൊരു മിന്നൽ, കൂടെ കാതടപ്പിക്കുന്ന ഇടിമുഴക്കം. വീടിനുള്ളിലെ ലൈറ്റുകളെല്ലാം ഒന്നിച്ചടഞ്ഞു. കറണ്ട് പോയി. ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ വെളിച്ചം മാത്രം ബാക്കിയായി. കറണ്ട് പോയി ദാസപ്പേട്ട, ടോർച്ചെടുക്ക്. ഇരുട്ടിലവർ പരസ്പരം തപ്പാൻ തുടങ്ങി. വീടിനുള്ളിലെ തണുപ്പും പാലപ്പൂവിൻ്റെ മണവും മുകളിൽ നിന്നുള്ള കാൽപെരുമാറ്റവും കൂടിയായപ്പോൾ അത് നരകതുല്യമായ ഒരു രാത്രിയുടെ തുടക്കമായിരുന്നു. ജോജിയുടെ കയ്യിലെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി വീക്കായതുകൊണ്ട് കറണ്ട് പോയതോടുകൂടി അതും പെട്ടെന്ന് അടഞ്ഞു. അതോടെ വീടിനുള്ളിൽ കട്ട പിടിച്ച ഇരുട്ട് നിറഞ്ഞു. പുറത്ത് ഇടിമുഴക്കം കാതടപ്പിക്കുന്നതായിരുന്നു. എൻ്റെ കണ്ണുപോയേ! സുപ്രുവിൻ്റെ അലർച്ച ഇരുട്ടിൽ മുഴങ്ങി. ദാസപ്പേട്ട, ജോജിയേട്ടാ, എനിക്കൊന്നും കാണാൻ വയ്യ. എടാ മണ്ട സുപ്രു, കറണ്ട് പോയതാടാ, നിൻ്റെ കണ്ണു പോയതല്ല. ദാസപ്പൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജോജി, എവിടെയാ ടോർച്ച്? പെട്ടെന്ന് തെളിക്ക്. ഞാൻ തപ്പുന്നുണ്ട് ദാസപ്പ, ഇവിടെ എവിടെയോ വെച്ചതാ. ജോജി ഇരുട്ടിൽ കൈത്തണ്ണ കൊണ്ട് തപ്പാൻ തുടങ്ങി. പെട്ടെന്ന് സുപ്രുവിൻ്റെ കൈ എന്തിലോ തട്ടി. മൃദുവായ തണുത്ത എന്തിലോ ഒന്ന്. യോ, പ്രേതം എൻ്റെ കൈ പിടിച്ചു. സുപ്രു അലറി വിളിച്ചു. വിടറാ, അതെൻ്റെ കാലടാ. ദാസപ്പൻ ദേഷ്യപ്പെട്ടു. നീ എൻ്റെ കാലിൽ പിടിച്ച് വലിക്കാതെ. ആ ബഹളത്തിനിടയിൽ ജോജി എങ്ങനെയോ ടോർച്ച് കണ്ടുപിടിച്ച് സ്വിച്ചിട്ടു. ഒരു നീണ്ട പ്രകാശധാര ഹാളിലൂടെ പാഞ്ഞു. ആ വെളിച്ചം ചെന്ന് പതിച്ചത് സുപ്രുവിൻ്റെ മുഖത്തേക്കാണ്. അവൻ പേടിച്ച് പറിച്ച് കയ്യിലുണ്ടായിരുന്ന ഹോളി കോക്ടെയിൽ സ്പ്രേ ആർക്കോ നേരെ പിടിച്ചു നിൽക്കുകയായിരുന്നു. മാറിപ്പോ പിശാചേ, ഞാൻ സ്പ്രേ ചെയ്യും, സുപ്രു വിളിച്ചു പറഞ്ഞു. എടാ, ഇത് ഞങ്ങളാടാ. ജോജി വെളിച്ചം മുഖത്തേക്ക് തിരിച്ചു. സുപ്രു ആശ്വാസത്തോടെ നെടുറുപ്പെട്ടു. ഔ, ഞാൻ കരുതി മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആ സാധനം എൻ്റെ അടുത്തെത്തിയെന്ന്. പുറത്ത് മഴ കനക്കുകയായിരുന്നു. മഴത്തുള്ളികൾ ഓടിട്ട മേൽക്കുരയിൽ വീഴുന്ന ശബ്ദം കേട്ടാൽ ആകാശം പൊട്ടി വീഴുകയാണെന്ന് തോന്നും. ജനലുകൾ കാറ്റിൽ കിടന്ന് അടിച്ചുകൊണ്ടിരുന്നു. നമ്മളോടെ പെട്ടു ദാസപ്പ, ജോജി ടോർച്ച് ചുറ്റും തെളിച്ചുകൊണ്ട് പറഞ്ഞു. ഈ മഴയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. അകത്താണെങ്കിൽ മുഴുത്തെ ഗോവണിയിൽ നോക്കി ആരോ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് മൂലയിൽ പോയിരിക്കാം. ദാസപ്പൻ സേഫ് സോണിലേക്ക് വിരൽ ചൂണ്ടി. 3 പേരും ചേർന്ന് ആ ഇടുങ്ങിയ സ്ഥലത്ത് മതഗ്രന്ഥങ്ങൾക്ക് നടുവിൽ ഒട്ടിയിരുന്നു. പെട്ടെന്ന് വീണ്ടും ആ മണം, മുല്ലപ്പൂവിൻ്റെ ഗന്ധം അവരുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി. ഇത്തവണ അത് വളരെ അടുത്തായിരുന്നു. ദാസപ്പേട്ട, ഈ മണം! സുപ്രു മൂക്കുപൊത്തി. ഇത് അടുക്കളയിൽ നിന്നല്ല, ഇത് നമ്മുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. ദാസപ്പനും ജോജിയും ഞെട്ടി പരസ്പരം മണത്തു നോക്കി. എടാ, ഇത് നീയാണോ? ദാസപ്പൻ സുപ്രുവിനെ മണത്തു. അയ്യോ,
ഇത് ഞാൻ രാവിലെ കുളിച്ചപ്പോൾ തേച്ച ജാസ്മിൻ സോപ്പിൻ്റെ മണമാണല്ലോ. സുപ്രു ചമ്മിക്കൊണ്ട് പറഞ്ഞു. നിൻ്റെ ഒരു സോപ്പ് മനുഷ്യനെ പേടിപ്പിക്കാൻ. ദാസപ്പൻ സുപ്രുവിൻ്റെ തലയ്ക്കൊന്ന് കൊടുത്തു. അപ്പോഴാണ് ആ ശബ്ദം അവർ ശ്രദ്ധിച്ചത്. മഴയുടെ ഇരമ്പലിനൊപ്പം വ്യക്തമായി കേൾക്കാവുന്ന മറ്റൊരു ശബ്ദം. ആരോ ചെളിവെള്ളത്തിലൂടെ ഓടുന്ന ശബ്ദം. അത് വീടിൻ്റെ അകത്തല്ല, പുറത്താണ്. മുറ്റത്തുകൂടി ആരോ ഓടുന്നു. നിങ്ങൾ കേട്ടോ? ജോജി ടോർച്ചണച്ചു. പുറത്ത് ആരോ ഉണ്ട്. ഈ പേമാരിയിലോ? ആരോടാൻ? ദാസപ്പൻ എഴുന്നേറ്റു. നമുക്ക് നോക്കാം. ദാസപ്പൻ ജനലിൻ്റെ അടുത്തേക്ക് നീങ്ങി. വേണ്ട ദാസപ്പേട്ട, ജനൽ തുറക്കരുത്, പുറത്തുള്ളത് അകത്ത് കയറും. സുപ്രു തടയാൻ നോക്കി. പക്ഷേ ദാസപ്പൻ കേട്ടില്ല. അവൻ മെല്ലെ ജനലിലെ കൊളുത്ത് നീക്കി പാതി ജനലിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. കൂരിരുട്ട് മാത്രം. മഴ തിമിർത്ത് പെയ്യുന്നു. പെട്ടെന്ന് ആകാശം കീറിമുറിച്ചുകൊണ്ട് വലിയൊരു മിന്നൽ പിണർ ഉണ്ടായി. ആ വെളിച്ചത്തിൽ വീടിൻ്റെ മുറ്റത്ത് മഴയത്ത് നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ഒരു രൂപത്തെ അവൻ കണ്ടു. ഹബേ! മൂവരും ഒരേ സമയം പേടിച്ച് മുന്നോട്ട് മാറി. ആ രൂപം അനങ്ങാതെ വീടിൻ്റെ വാതിലിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. മുടിയഴിച്ചിട്ട ഒരു സ്ത്രീരൂപം. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ മുറ്റത്ത് കണ്ട ആ രൂപം മൂവരെയും മരവിപ്പിച്ച് കളഞ്ഞു. രാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു പെൺകുട്ടി മുറ്റത്തനങ്ങാതെ നിൽക്കുന്നു. യക്ഷി! യക്ഷി! സുപ്രു അലറി വിളിച്ചുകൊണ്ട് സോഫയുടെ പിന്നിലേക്ക് ഓടി. അവൾ വന്ന് വാതിൽ മുട്ടും. ചോര കുടിക്കും. എന്നെ രക്ഷിക്കണേ! ജോജി ജനലിലൂടെ ഒന്നുകൂടി നോക്കി. അടുത്ത മിന്നലിൽ ആ രൂപം കൂടുതൽ വ്യക്തമായി. നനഞ്ഞു കുതിർന്ന നീളൻ മുടി, വെള്ളയും കറുപ്പും കലർന്ന ചുരിദാർ. അവൾ വീടിൻ്റെ വാതിലിലേക്ക് ഉറ്റി നോക്കുകയാണ്. എടാ ദാസപ്പ, അത് ശരിക്കും ഒരു പെൺകുട്ടിയാണ്, ജോജി വിറച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് ഇവിടെ? പെട്ടെന്ന് ആ രൂപം മെല്ലെ നടന്ന് പോർച്ചിലേക്ക് കയറി. ധക് ധക് ധക്. ചെരുപ്പെട്ട കാലുകൾ സിമൻറ്റ് തറയിൽ അമരുന്ന ശബ്ദം. അത് നേരെ മുൻവാതിലിൻ്റെ അടുത്തേക്ക് വന്നു. അടുത്ത നിമിഷത്തെ നിശബ്ദത. മഴയുടെ ശബ്ദം മാത്രം. പെട്ടെന്ന് വാതിൽ ശക്തിയായി ആരോ മുട്ടി. ആ ശബ്ദം കേട്ടത് സുപ്രു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബൈബിളും ഗീതയും ഖുറാനും എല്ലാം കൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങി. തുറക്കല്ലേ ദാസപ്പേട്ട, വാതിൽ തുറക്കല്ലേ, അവൾ പാലമരത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, സുപ്രു കരഞ്ഞു. ദാസപ്പൻ കയ്യിലുണ്ടായിരുന്ന ചൂല് മുറുകെ പിടിച്ചു. ആരാടാ അത്? മനുഷ്യനാണോ അതോ? പുറത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടു. ഹലോ, ആരെങ്കിലും ഉണ്ടോ? വാതിൽ തുറക്കൂ. ശബ്ദം സാധാരണ മനുഷ്യൻ്റേതുപോലെ, പക്ഷേ ഒരു വല്ലാത്ത കിതപ്പും ഇടറലും അതിലുണ്ടായിരുന്നു. അവൾ മലയാളം പറയുന്നു. ജോജി അത്ഭുതപ്പെട്ടു. യക്ഷിക്ക് മലയാളം അറിയാവോ? പിന്നല്ലാതെ, ഗൾഫിൽ നിന്ന് വരുന്ന യക്ഷിയാണെങ്കിൽ അറബി പറയും. ഇത് നാടൻ യക്ഷിയാ, തുറക്കരുത്, സുപ്രു മുന്നറിയിപ്പ് നൽകി. പക്ഷേ ജോജിക്ക് എന്തോ ഒരു ധൈര്യം തോന്നി. എടാ, ആ കുട്ടി മഴയത്ത് നനഞ്ഞു കൂർന്ന് നിൽക്കുക. അത് വല്ല അത്യാവശ്യത്തിന് വന്നതാണെങ്കിലോ? നമ്മൾ തുറന്നില്ലെങ്കിൽ അത് മോശമല്ലേ? തുറന്ന നമ്മുടെ കാര്യം മോശമാവും, സുപ്രു പറഞ്ഞു. വീണ്ടും വാതിൽ മുട്ടി. ഇത്തവണ കുറച്ചുകൂടി ഉച്ചത്തിൽ. പ്ലീസ് വാതിൽ തുറക്കൂ, എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാകുന്നു. ആ പെൺകുട്ടിയുടെ ശബ്ദത്തിൽ കരച്ചിൽ കലർന്നിരുന്നു. ദാസപ്പൻ ജോജിയെ നോക്കി. തുറക്കാൻ ജോജി. കയ്യിൽ ഈ ചൂലും നിൻ്റെ കയ്യിൽ ആ കുരിശുമുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ നോക്കാം. വേണ്ട വേണ്ട, സുപ്രു തലയണ കൊണ്ട് ചെവിപൊത്തി. ദാസപ്പനും ജോജിയും ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ പ്രധാന വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങി. ദാസപ്പൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ സാവധാനം വാതിലിൻ്റെ ഓടാമ്പൽ നീക്കി. വാതിൽ പാതി തുറന്നു. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ വാതിലിന് മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ അവർ കണ്ടു. മഴവെള്ളം അവളുടെ മുടിയിലൂടെയും മുഖത്തിലൂടെയും ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. തണുപ്പ് കൊണ്ട് അവൾ വിറയ്ക്കുന്നു. കയ്യിലൊരു വലിയ ട്രാവൽ ബാഗ്. അവൾ പ്രേതത്തെപ്പോലെയല്ല, മറിച്ച് വഴിതെറ്റിയ ഒരു പാവം പെൺകുട്ടിയെപ്പോലെയാണ് അവർക്ക് തോന്നിയത്. നിങ്ങളാരാ? ദാസപ്പൻ ചൂലോങ്ങി പിടിച്ചുകൊണ്ട് ചോദിച്ചു. പെൺകുട്ടി അവരെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടി. പിന്നെ ആശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ ഈ വീട്ടിലെ മൂത്ത മോളാണ്. എൻ്റെ പേര് ശരണ്യ. സോഫയുടെ പിന്നിൽ ഒളിച്ചിരുന്ന സുപ്രു ശരണ്യ എന്ന് കേട്ടതും തലപൊക്കി മെല്ലെ നോക്കി. ശരണ്യോ? പേര് കേട്ടിട്ട് വലിയ കുഴപ്പമില്ലല്ലോ, അവൻ പിറുപിറുത്തു. ടോർച്ച് വെളിച്ചത്തിൽ വാതിലിന് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ അവൻ വ്യക്തമായി കണ്ടു. നനഞ്ഞൊട്ടിയ ചുരിദാർ, തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകൾ, പേടി നിറഞ്ഞ കണ്ണുകൾ. സുപ്രുവിൻ്റെ മനസ്സിലെ യക്ഷി എന്ന ചിത്രം പെട്ടെന്ന് മാറി. ഓഹ്, എന്ത് ഭംഗിയെ കാണാൻ! ഇത് മഴയത്ത് വന്ന മാലാഖയാണോ? അവൻ മനസ്സിൽ പറഞ്ഞു. അകത്തേക്ക് വരൂ കുട്ടി, ആ മഴയത്ത് നിൽക്കണ്ട, ദാസപ്പൻ മര്യാദക്കാരനായി. അവൻ കയ്യിലുണ്ടായിരുന്ന ചൂല് പതിയെ പുറകിലേക്ക് ഒളിപ്പിച്ചു. ആ പെൺകുട്ടി വിറച്ചുകൊണ്ട് അകത്തേക്ക് കയറി. വെള്ളം വീടിൻ്റെ ഹാളിലേക്ക് ഒലിച്ചിറങ്ങി. താങ്ക്സ്. എൻ്റെ അച്ഛനും അമ്മയും എവിടെ? അവൾ ചുറ്റും നോക്കി ചോദിച്ചു. അത് ഇവിടെ ചില മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ തറവാട്ടിലേക്ക് മാറി, ജോജി കള്ളം പറഞ്ഞു. പ്രേതമുണ്ടെന്ന് പറഞ്ഞ് കുട്ടിയെ പേടിപ്പിക്കേണ്ടതെന്ന് കരുതി. ഞങ്ങൾ ഇലക്ട്രീഷ്യന്മാരാണ്, വയറിംഗ് ചെക്ക് ചെയ്യാൻ വന്നതാ. സൂപ്പർ പെട്ടെന്ന് സോഫയുടെ പിന്നിൽ നിന്ന് ചാടി മുന്നിലെത്തി. കഴുത്തിലെ ഏലസുകൾ ഷർട്ടിനുള്ളിലേക്ക് തിരികെ കയറ്റി. ഹെൽമറ്റ് ഒരു കയ്യിൽ പിടിച്ചു. ഹലോ, ഞാൻ സുപ്രു, ചീഫ് ടെക്നീഷ്യൻ ഓഫീസർ. ഇവരെൻ്റെ അസിസ്റ്റൻറ്റുമാരാണ്.
സുപ്രു ഒരു ഹീറോയെ പോലെ സ്വയം പരിചയപ്പെടുത്തി. ദാസപ്പനും ജോജിയും സുപ്രുവിനെ ഒന്ന് തുറച്ചു നോക്കി. കുറച്ച് മുമ്പ് വരെ അമ്മയെ കാത്തോളനെ എന്ന് വിളിച്ച് കരഞ്ഞവനാണിവൻ. ദാസപ്പനും ജോജിയും സുപ്രുവിനെ ഒന്ന് തുറച്ചു നോക്കി. കുറച്ച് മുമ്പ് വരെ അമ്മയെ കാത്തോളനെ എന്ന് പറഞ്ഞ് കരഞ്ഞവനാണിവൻ. എൻ്റെ പേര് ശരണ്യ. ഞാൻ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കുക. ലീവിന് നാട്ടിൽ വന്നതാ. ട്രെയിൻ ലേറ്റായി. സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ കിട്ടിയില്ല. അവിടെ നിന്ന് ഇവിടം വരെ ഓടി വരികയായിരുന്നു. അവൾ കിതപ്പോടെ പറഞ്ഞു. അയ്യോ, അത്രയും ദൂരം ഓടി വന്നോ? സുപ്രുവിന് സഹതാപം തോന്നി. കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? എൻ്റെ ബാഗിൽ 2 നാരങ്ങയുണ്ട്, വേണമെങ്കിൽ പിഴിഞ്ഞു തരാം. ശരണ്യ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ സുപ്രുവിൻ്റെ പാതി ജീവൻ പോയി. വേണ്ട ചേട്ടാ, എനിക്കാകെ നനഞ്ഞ് കുളിരായി. ഒന്ന് ഡ്രസ്സ് മാറണം. എൻ്റെ മുറി മുകളിലാണ്. അവൾ ഗോവണിയിലേക്ക് നോക്കി. മുകളിലോ? ജോജിക്ക് അപകടം മണത്തു. അവിടെ കറണ്ടില്ല, ലൈറ്റില്ല. ഈ മഴയത്ത് അവിടെ ഒറ്റയ്ക്ക്? സാരല്ലേ ചേട്ടാ, എൻ്റെ മുറിയല്ലേ, എൻ്റെ ശീലമാ. ഞാൻ മൊബൈൽ ടോർച്ച് തെളിച്ചോളാം, അവൾ പറഞ്ഞു. അല്ല, ഞങ്ങളിവിടെ താഴെയുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. സുപ്രു പറന്നെത്തും, സുപ്രു ആവേശത്തോടെ പറഞ്ഞു. അവൾ ഭാഗം നോക്കി ഗോവണി കയറി തുടങ്ങി. പകുതി എത്തിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. താങ്ക് യു ചേട്ടന്മാരെ, വാതിൽ തുറന്നതിന്. അവർ വീണ്ടും സുപ്രുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് മുകളിലെ ഇരുട്ടിലേക്ക് നടന്നുപോയി. ഒരു മുറി തുറക്കുന്ന ശബ്ദവും വാതിലടയുന്ന ശബ്ദവും കേട്ടു. സുപ്രു വാ പൊളിച്ച് മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. എടാ കോപ്പേ, വായടക്കടാ, ഈച്ച കയറും. ദാസപ്പൻ സുപ്രുവിൻ്റെ തോളി തട്ടി. നീ കണ്ടോ, അവൾ ശരിക്കും മനുഷ്യനാണോ? പിന്നല്ലാതെ, യക്ഷിക്ക് ഇത്രയും ക്യൂട്ടാകാൻ പറ്റുമോ ദാസപ്പേട്ട? അവൾ എന്നെ നോക്കി ചിരിച്ചത് കണ്ടില്ലേ? സുപ്രു കിനാവുകൾ കാണാൻ തുടങ്ങി. ശരണ്യ സുബ്രഹ്മണ്യൻ. പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല ചേലുണ്ട്. ശരണ്യ സുപ്രു എന്നായാലോ? അത് അതിലും നല്ലത്. നിന്റെ കിനാശ്ശേരിയിൽ തീടാൻ നിൽക്കല്ലേ? രമേശ് പറഞ്ഞത് അയാൾക്ക് 2 ചെറിയ കുട്ടികളാണെന്നാ. ഇത്രയും വലിയൊരു മകളെപ്പറ്റി അയാൾ പറഞ്ഞില്ലല്ലോ. ജോജി സംശയം പ്രകടിപ്പിച്ചു. അയാൾ മറന്നതാകും, അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചതാകും. നിങ്ങൾ വെറുതെ എൻ്റെ പ്രതീക്ഷ നശിപ്പിക്കല്ലേ. സുപ്രു ദേഷ്യപ്പെട്ടു. പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. പക്ഷേ വീടിനുള്ളിലെ തണുപ്പ് മാറിയില്ല. എന്തായാലും അവൾ വന്നതോടെ പ്രേതത്തിൻ്റെ ശല്യം കുറഞ്ഞെന്ന് തോന്നുന്നു. ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ദാസപ്പൻ സോഫയിൽ ചാരിയിരുന്നു. സമയം 10 മണി കഴിഞ്ഞു. സുപ്രുവിന് ഉറക്കം വന്നില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ മുകളിലെ മുറിയായിരുന്നു. പാവം കുട്ടി ഒറ്റയ്ക്ക് ഇരുട്ടത്ത് പേടിച്ചിരിക്കുകയാവും. ഞാനൊന്ന് പോയി നോക്കിയാലോ? വല്ല സഹായവും വേണമെങ്കിലോ? പ്രണയം തലയ്ക്ക് പിടിച്ച സുപ്രു ദാസപ്പനും ജോജിയും മയങ്ങിയ തക്കം നോക്കി മെല്ലെ എഴുന്നേറ്റു. ടോർച്ചെടുക്കാതെ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ അവൻ പതുക്കെ ഗോവണി കയറി. ഞാൻ വെറുതെ ഒന്ന് സുഖവിവരം അന്വേഷിക്കാൻ പോകുന്നതാ, തെറ്റൊന്നുമില്ല, അവൻ സ്വയം ന്യായീകരിച്ചു. മുകളിലെത്തിയ സുപ്രു ശരണ്യ കയറിപ്പോയ മുറിയുടെ വാതിലിന് മുന്നിലെത്തി. വാതിലിന് കുറ്റിയിട്ടിട്ടില്ലെന്ന് അവന് തോന്നി. ഉള്ളിൽ നിന്ന് ചെറിയൊരു വെളിച്ചം കാണാം. ശരണ്യെ, അവൻ പതുക്കെ വിളിച്ചു. മറുപടിയില്ല. സുപ്രു വാതിൽ സാവധാനം തള്ളി തുറന്നു. കുട്ടി ഉറങ്ങിയോ? ഞാൻ സുപ്രുവാ. അവൻ മുറിയിലേക്ക് നോക്കി. മൊബൈലിലെ വെളിച്ചം മുറിയിലെ ചുവരുകളിൽ പതിച്ചു. അവിടെ കണ്ട കാഴ്ച സുപ്രുവിൻ്റെ രക്തം മരവിപ്പിച്ച് കളഞ്ഞു. വാതിൽ പാതി തുറന്ന് മൊബൈൽ വെളിച്ചം മുറിക്കുള്ളിലേക്ക് അടിച്ച സുപ്രുവിൻ്റെ ഹൃദയം പടപടാന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. ശരണ്യെ, കുട്ടി ഉറങ്ങിയോ? അവൻ മെല്ലെ വിളിച്ചു. മറുപടിയില്ല. മുറിക്കുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത. മഴയുടെ ശബ്ദം പോലും കേൾക്കുന്നില്ല. സുപ്രു വെളിച്ചം കട്ടിലേക്ക് നീട്ടി. കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെ ആരുമില്ല. ഇതെന്താ, ബാത്റൂമിൽ പോയതാകുമോ? അവൻ വെളിച്ചം മുറിയുടെ മുകളിലേക്ക് സീലിംഗിലേക്ക് ഉയർത്തി. ആ നിമിഷം സുപ്രുവിൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വരാതെയായി. കൈകൾ വിറച്ച് മൊബൈൽ താഴെ വീഴാൻ പോയി. മുറിയുടെ ഒത്തുനടുക്കുള്ള സീലിംഗ് ഫാനിൽ ഒരു ചുരിദാർ ഷാളിൻ്റെ തുമ്പിൽ ശരണ്യ തൂങ്ങിയാടുന്നു. കുറച്ചു മുമ്പ് താഴെ കണ്ട ആ സുന്ദരിയായ പെൺകുട്ടിയായിരുന്നില്ല അത്. അവളുടെ മുഖം ഭയങ്കരമായി വികൃതമായിരിക്കുന്നു. കണ്ണുകൾ രണ്ടും പുറത്തേക്ക് ഉന്തി നിൽക്കുന്നു. വായ തുറന്ന് നീളമുള്ള നാവ് പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു. കഴുത്തൊടിഞ്ഞ് തല ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഭീകരമായ കാര്യം, തൂങ്ങി നിൽക്കുന്ന ആ രൂപം സാവധാനം കറങ്ങുന്നുണ്ടായിരുന്നു. ഓരോ തവണ കറങ്ങി വരുമ്പോഴും ആ വികൃതമായ കണ്ണുകൾ സുപ്രുവിനെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നി. സുപ്രുവിന് ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. ഭയം കൊണ്ട് അവൻ്റെ ശരീരം മരവിച്ചുപോയി. കാലുകൾ തറയിൽ ഉറച്ചു പോയതുപോലെ. ഹബേ, യക്ഷി! സുപ്രു ജീവനും കൊണ്ട് പിന്നോട്ട് കുറിച്ചു. അവൻ ഗോണിപ്പടികൾ എണ്ണി ഇറങ്ങിയില്ല. ഉരുണ്ടുമറിഞ്ഞാണ് താഴേക്ക് എത്തിയത്. താഴെ ഹാളിൽ മയങ്ങുകയായിരുന്ന ദാസപ്പനും ജോജിയും വലിയ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. എന്താടാ, ഭൂമി ഉലുക്കമാണോ? ദാസപ്പൻ ടോർച്ച് തെളിച്ചു. നോക്കുമ്പോൾ സുപ്രു ഗോവണിയുടെ ചൂട്ടിൽ കവണടിച്ച് കിടക്കുന്നു. അവൻ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാലുകൾ വിറയ്ക്കുന്നത് കൊണ്ട് പറ്റുന്നില്ല. എടാ സുപ്രു, എന്തു പറ്റി? ജോജി ഓടിച്ചെന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പ്രേതം! സുപ്രു കിതച്ചുകൊണ്ട് മുകളിലേക്ക് വിരൽ ചൂണ്ടി. വിയർപ്പ് കൊണ്ട് അവൻ്റെ ദേഹം മുഴുവൻ കുളിച്ചിരുന്നു. എന്താടാ കാര്യം? മുകളിൽ എന്താ? ദാസപ്പൻ അവനെ കുലുക്കി.
ശരണ്യ ശരണ്യ അവൾ സുപ്രു കഷ്ടപ്പെട്ട് ആ വാക്കുകൾ കൂട്ടിയോജിപ്പിച്ചു. അവൾ ഫാലിൽ തൂങ്ങി, കണ്ണുപുറത്ത്, നാക്ക് നീട്ടി. അയ്യോ, തൂങ്ങി മരിച്ചെന്നോ? നീ എന്ത് വട്ടായി പറയുന്നത്? 10 മിനിറ്റ് മുമ്പ് ആ കുട്ടി ഇവിടുന്ന് സംസാരിച്ചതല്ലേ ഉള്ളൂ. ദാസപ്പന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യദാസപ്പെട്ട സത്യം, അവൾ യക്ഷിയ. ആ ഭാൻ കറങ്ങുന്നു. അവൾ എന്നെ നോക്കി. സുപ്രു കരയാൻ തുടങ്ങി. നമുക്കിവിടുന്ന് പോകാതെ പ്ലീസ്. ജോജിയും ദാസപ്പനും പരസ്പരം നോക്കി. സുപ്രു ഇത്രയും പേടിക്കണമെങ്കിൽ അവിടെ എന്തോ കണ്ടിട്ടുണ്ടാവണം. വാ, നമുക്ക് പോയി നോക്കാം. ദാസപ്പൻ ചൂലും ടോർച്ചും എടുത്തു. ഞാനില്ല, എനിക്ക് വയ്യ. സുപ്രു ദാസപ്പൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. നീ ഇവിടെ ഒറ്റയ്ക്കിരുന്നോ, ഞങ്ങൾ നോക്കിയിട്ട് വരാം, ജോജി പറഞ്ഞു. ഒറ്റയ്ക്കിരിക്കാൻ പേടിയുള്ളത് കൊണ്ട് സുപ്രു വേച്ച് അവരുടെ പിന്നാലെ കൂടി. മൂവരും പതുക്കെ ഗോവണി കയറി. ദാസപ്പൻ മുന്നിൽ, തൊട്ട് പിന്നിൽ ജോജി, കുരിശും പിടിച്ച അവസാനം കണ്ണും പൂട്ടി സുപ്രു. അവർ ആ മുറിയുടെ വാതിലിന് മുന്നിലെത്തി. വാതിൽ പാതി തുറന്നു കിടക്കുന്നു. സുപ്രു, നീ മാറി നിൽക്ക്. ദാസപ്പൻ ടോർച്ച് മുറിയിലേക്ക് നീട്ടി. ശരണ്യെ, അവൻ മുറിയിലേക്ക് അടിച്ചു. ദാസപ്പൻ ടോർച്ച് വെളിച്ചം സീലിംഗ് ഫാനിലേക്ക് അടിച്ചു. മൂവരും ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ഫാനിൽ ആരുമില്ല. ഫാൻ അനങ്ങാതെ കിടക്കുന്നു. എവിടാ നീ പറഞ്ഞ തൂങ്ങി മരിച്ച ശരണ്യ? എവിടെ? ദാസപ്പൻ ചോദിച്ചു. സുപ്രു കണ്ണു തുറച്ചു നോക്കി. ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് ആ കണ്ണ്. അവൻ കട്ടിലേക്ക് നോക്കി. കട്ടിലും ഒഴിഞ്ഞു കിടക്കുന്നു. ആ മുറിയിൽ ആരും വന്നതിൻ്റെ യാതൊരു ലക്ഷണം പോലുമില്ല. ശരണ്യ കൊണ്ടുവന്ന ബാഗ് പോലും അവിടെയില്ല. എടാ, നീ വല്ല സ്വപ്നവും കണ്ടതാവും. ഇവിടെ ആരുമില്ല. ജോജി മുറി മുഴുവൻ പരിശോധിച്ചു. അല്ല ജോജി ഏട്ടാ, ഞാൻ കണ്ടതാ. അവൾ എന്നോട് സംസാരിച്ചതാ. സുപ്രുവിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഇവന് പേടിച്ച് സമല തെറ്റിയതാ. ദാസപ്പൻ ദേഷ്യപ്പെട്ടു. വെറുതെ മനുഷ്യനെ ഉറക്കത്തു നിന്ന് എഴുന്നേപ്പിച്ച് ഓരോന്ന് കാണിക്കാൻ. അപ്പോഴാണ് താഴെ ഹാളിൽ നിന്ന് വീണ്ടും ആ ശബ്ദം കേട്ടത്. വീണ്ടും പ്രധാന വാതിലിൽ ആരോ ശക്തിയായി മുട്ടുന്നു. മൂവരും ഞെട്ടിത്തരിച്ചു. ശരണ്യ മുറിയിലില്ല. പിന്നെ ആരാണ് വാതിൽ മുട്ടുന്നത്? അവർ ജനലിലൂടെ താഴേക്ക് മുറ്റത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച അവരുടെ ശ്വാസം തൊണ്ടയിൽ കുരുക്കി. മുറ്റത്ത് മഴയത്തൊരു പെൺകുട്ടി നിൽക്കുന്നു. കയ്യിലൊരു ട്രാവൽ ബാഗ്, നനഞ്ഞൊട്ടിയ ചുരിദാർ. അത് ശരണ്യ തന്നെയായിരുന്നു. അപ്പോൾ കുറച്ചു മുമ്പ് അകത്തേക്ക് കയറി വന്നത് ആരാ? സുപ്രുവിൻ്റെ ചോദ്യം ആ ഇരുണ്ട മുറിയിൽ മുഴങ്ങി. ജനലിലൂടെ താഴേക്ക് നോക്കിയ മൂവരും ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി. മുറ്റത്ത് അതേ സ്ഥാനത്ത് മറ്റൊരു വേഷത്തിൽ വേറൊരു ട്രാവൽ ബാഗും പിടിച്ച് ശരണ്യ നിൽക്കുന്നു. ദാസപ്പെട്ട, അപ്പോൾ മുമ്പ് നമ്മൾ അകത്ത് കയറ്റിയ ശരണ്യ ആരാ? സുപ്രുവിൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഇനി അത് അവളുടെ പ്രേതമായിരുന്നോ, അതോ പുറത്ത് നിൽക്കുന്നത് പ്രേതമാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദാസപ്പൻ തലയിൽ കൈവച്ചു. നമ്മൾ 3 പേരും കണ്ടതല്ലേ അവൾ അകത്തേക്ക് കയറി വരുന്നത്? അവൾ സംസാരിച്ചതല്ലേ? സംസാരിച്ചു. അവൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞു. എന്നിട്ട് മുകളിലത്തെ മുറിയിലേക്ക് കയറിപ്പോയി. ജോജി ഓർത്തെടുത്തു. പിന്നെ എങ്ങനെ അവൾ വീണ്ടും മുറ്റത്തെത്തി? സുപ്രു ജനലിൽ നിന്ന് മാറി നിന്നു. ഇത് മായാജാലമാണ്. ഈ വീട് നമ്മളെ പറ്റിക്കുകയാണ്. അപ്പോഴേക്കും വാതിലിലെ മുട്ട് തുടരുന്നുണ്ടായിരുന്നു. പ്ലീസ്, ആരെങ്കിലും വാതിൽ തുറക്കൂ. പുറത്തുനിന്നുള്ള അതേ ശബ്ദം. നമുക്ക് താഴെ പോയി നോക്കാം. വാതിൽ തുറക്കണ്ട, ദാസപ്പേട്ടൻ പറഞ്ഞു. അവർ മൂവരും വിറയ്ക്കുന്ന കാലുകളോടെ താഴേക്കിറങ്ങി. ഹാളിലെത്തിയപ്പോൾ ജോജി ടോർച്ച് വെളിച്ചം തറയിലേക്ക് അടിച്ചു. ദാസപ്പ, ഇങ്ങോട്ട് നോക്ക്, ജോജി വിളിച്ചു. അവർ തറയിലേക്ക് നോക്കി. കുറച്ചു മുമ്പ് ആ പെൺകുട്ടി നനഞ്ഞൊലിച്ച് കയറി വന്നപ്പോൾ തറയിൽ നിറയെ വെള്ളവും ചെളിയും ഉണ്ടായിരുന്നു. ഗോവണി വരെ ആ വെള്ളത്തിൻ്റെ പാടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ തറ ഉണങ്ങി വരളുന്നു. ഒരു തുള്ളി വെള്ളം പോലുമില്ല. ആരും നടന്നു പോയതിൻ്റെ ചെളിപ്പാടുകളില്ല. വെള്ളം എവിടെ? ചെളി എവിടെ? സുപ്രു തറയിൽ തൊട്ടു നോക്കി. ഇവിടെ ഒരു പൊടി പോലും ഇല്ലല്ലോ. എടാ, അപ്പോൾ നമ്മൾ കണ്ടത് സത്യമല്ല. ദാസപ്പൻ അമ്പരന്നു. നമുക്ക് 3 പേർക്കും ഒരേ സമയം തോന്നിയതാണോ? അല്ല ദാസപ്പേട്ട, അവൾ എൻ്റെ കൂടെ സംസാരിച്ചതാ, എന്നെ ചിരിച്ചു കാണിച്ചതാ. അവൾ മുകളിലേക്ക് പോയപ്പോൾ അവൾ തൂങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടതാ, സുപ്രു വാദിച്ചു. ഇതൊക്കെ ആ പിശാചിൻ്റെ കളിയാണ്. അവൾ വന്ന വഴി മായ്ച്ചു കളഞ്ഞതാണ്. മിണ്ടാതിരിടാ, നിനക്ക് വട്ടായതുകൊണ്ട് ഞങ്ങളെ കൂടി വട്ടാക്കരുത്. ദാസപ്പൻ ദേഷ്യവും പേടിയും കൊണ്ട് സുപ്രുവിന് നേരെ തിരിഞ്ഞു. നീ ആ മുകളിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടെന്ന് പറഞ്ഞത് വെറുതെയാവും. നിനക്ക് തോന്നിയതാവും. അല്ല, സത്യം. അവരുടെ തർക്കത്തിനിടയിലും പുറത്തെ മുട്ടുമുറുകി. നമ്മൾ എന്ത് ചെയ്യും? തുറക്കണോ? ജോജി വാതിലിന് നേരെ ടോർച്ച് പിടിച്ചു. വേണ്ട, തുറക്കരുത്, സുപ്രു പറഞ്ഞു. ആദ്യം വന്നവൾ അകത്തുണ്ട്, ഇപ്പോൾ വന്നവൾ പുറത്തും. 2 പേരും കൂടി നമ്മളെ സാൻഡ്വിച്ചാക്കാൻ നോക്കുക. പെട്ടെന്ന് ജോജിയുടെ ഫോൺ ബെല്ലടിച്ചു. റിംഗ് ടോൺ കേട്ടതും മൂവരും ഞെട്ടിത്തിരിച്ചു. ആ പാതിരാത്രി ആര് വിളിക്കാൻ? ജോജി ഫോൺ എടുത്തു. ഡിസ്പ്ലേയിൽ ഹൗസ് ഓണർ വീട്ടുടമസ്ഥനെന്ന് എഴുതി കാണിക്കുന്നു. ദാസപ്പ, വീട്ടുടമസ്ഥൻ വിളിക്കുന്നു. എടുക്ക്, വേഗം എടുക്ക്, സ്പീക്കറിലിട്, ദാസപ്പൻ പറഞ്ഞു. ജോജി ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കർ ഫോൺ ഓൺ ചെയ്തു. ഹലോ, ജോജി അല്ലേ? അപ്പുറത്തു നിന്ന് ഒരു ഗൗരവമുള്ള ശബ്ദം. അതെ സാർ, പറയൂ. ജോജി വിക്കി. നിങ്ങളിപ്പോൾ ആ വീട്ടിലല്ലേ ഉള്ളത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമോ സാറേ? ഇവിടെ മൊത്തം പ്രശ്നമാണ്. പ്രേതം, യക്ഷി.
സുപ്രു വിളിച്ചു പോകാൻ ഒരുങ്ങി. പക്ഷെ ദാസപ്പൻ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. അല്ല സാർ, ചെറിയ കറണ്ട് കട്ടുണ്ട്. എന്താ സാർ ഈ രാത്രി വിളിച്ചത്? ദാസപ്പൻ ചോദിച്ചു. അല്ല, എൻ്റെ മകൾ ശ്രീപ്രിയ അവളെന്നെ വിളിച്ചിരുന്നു. അവൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. വീട് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവൾ വീടിൻ്റെ മുറ്റത്ത് നിൽപ്പുണ്ട്. നിങ്ങളൊന്ന് വാതിൽ തുറന്നു കൊടുക്കണം. ഈ വാക്ക് കേട്ടതും മൂവരും പരസ്പരം നോക്കി. ശ്രീപ്രിയയോ? ദാസപ്പൻ ചോദിച്ചു. സാർ, കുറച്ചു മുമ്പ് ഒരു പെൺകുട്ടി വന്നിരുന്നു. ശരണ്യ എന്നാണ് പേര് പറഞ്ഞത്. മറുതലയ്ക്കൽ ഒരു നിശബ്ദത. പിന്നെ വീട്ടുടമസ്ഥൻ്റെ ശബ്ദം മാറി. ശരണ്യോ? നിങ്ങളോട് ഇതാര് പറഞ്ഞു ശരണ്യ വരുമെന്ന്? അവൾ തന്നെ പറഞ്ഞതാണ് സാർ. അവൾ അകത്തേക്ക് കയറി. അസാധ്യം, വീട്ടുടമസ്ഥൻ ഉറക്കെ പറഞ്ഞു. ശരണ്യ വരാൻ വഴിയില്ല. കാരണം അയാൾ വാചകം മുഴുവിപ്പിച്ചില്ല. ലൈൻ കട്ടായി. ഹലോ സാർ. ജോജി ഫോണിൽ നോക്കി. റേഞ്ച് പോയി. എടാ, അപ്പോൾ പുറത്ത് നിൽക്കുന്നത് ശരണ്യല്ല, ശ്രീപ്രിയയാണോ? ദാസപ്പൻ ആശയക്കുഴപ്പത്തിലായി. ആരായാലും തുറക്കണ്ട, രണ്ടും കടക്ക. സുപ്രു പിന്നോട്ട് മാറി. പക്ഷേ വീണ്ടും വാതിൽ മുട്ടി. ചേട്ടാ, അച്ഛൻ വിളിച്ചില്ലേ? വാതിൽ തുറക്കൂ. ഞാൻ ശ്രീപ്രിയയാണ്. പുറത്തുനിന്നുള്ള ശബ്ദം ഇപ്പോൾ മാറി. നേരത്തെ കേട്ട കരച്ചിൽ കലർന്ന ശബ്ദമല്ല, കുറച്ചുകൂടി ഗൗരവമുള്ള ശബ്ദം മാറിയല്ലോ. ജോജി ശ്രദ്ധിച്ചു. നമുക്ക് നോക്കാം. കൈലാ കുരിശും ഗീതയും പിടിച്ചോ, ദാസപ്പൻ തീരുമാനിച്ചു. അവർ സാവധാനം വാതിൽ തുറന്നു. ഇടിമിന്നലിൽ മുറ്റത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നു. നേരത്തെ കണ്ട അതേ രൂപം, പക്ഷേ ചുരിദാർ വ്യത്യാസമുണ്ട്. മുഖത്ത് ചെറിയൊരു മാറ്റം. കയ്യിലെ ബാഗിൻ്റെ നിറവും വേറെയാണ്. നിങ്ങൾ ആരാ? ദാസപ്പൻ ചോദിച്ചു. ഞാൻ ശ്രീപ്രിയ, ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ മകൾ. അവൾ പറഞ്ഞു. നിങ്ങളെന്തിനാ എന്നെ പുറത്തു നിർത്തിയത്? നേരത്തെ മുതൽ ഞാൻ വിളിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ നേരത്തെ ഒരാളെ അകത്ത് കയറ്റിയിരുന്നു, ശരണ്യ. ദാസപ്പൻ പറഞ്ഞു നിർത്തി. പെട്ടെന്ന് ആ പേര് കേട്ടതും ശ്രീപ്രിയയുടെ മുഖം വിളറി വെളുത്തു. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ശരണ്യോ? നിങ്ങളോട് ശരണ്യ സംസാരിച്ചോ? അവൾ വിറയലോടെ ചോദിച്ചു. അതെ, അവൾ അകത്തുണ്ട്, മുകളിലത്തെ മുറിയിൽ. ശ്രീപ്രിയ പെട്ടെന്ന് ബാഗ് താഴെയിട്ടു. അവൻ ദാസപ്പൻ്റെ കയ്യിൽ കയറിപ്പിടിച്ചു. അവളുടെ കൈകൾ മരവിച്ച് ഐസ് പോലെ തടുത്തിരുന്നു. നിങ്ങളവളെ അകത്ത് കയറ്റിയോ? യോ, വലിയ തെറ്റാണ് ചെയ്തത്. എന്തു പറ്റി? സുപ്രു പേടിയോട് ചോദിച്ചു. ശ്രീപ്രിയ വിറച്ചുകൊണ്ട് പറഞ്ഞു. ശരണ്യ എൻ്റെ ഇരട്ട സഹോദരിയാണ്. പക്ഷേ അവൾക്ക് വരാൻ കഴിയില്ല. കാരണം അവൾ കൃത്യം 1 വർഷം മുമ്പ് ഇതേ ദിവസം ഈ വീട്ടിലെ മുകളിലത്തെ മുറിയിൽ പാലിത്തൂങ്ങി മരിച്ചതാണ്. ആ വാചകം കേട്ടതും സുപ്രുവിൻ്റെ കണ്ണ് മുകളിലേക്ക് മറഞ്ഞു. അയ്യോ, അപ്പോൾ ഞാൻ കണ്ടത് ഒറിജിനൽ. സുപ്രു ബോധം കെട്ട് ദാസപ്പൻ്റെ ദേഹത്തേക്ക് വീണു. ശരണ്യ മരിച്ചതാണെന്നോ? ഈ ഞെട്ടിക്കുന്ന സത്യം കേട്ടതും ബോധം കെട്ട് വീണ സുപ്രുവിനെ ദാസപ്പനും ജോജിയും ചേർന്ന് താങ്ങിയെടുത്ത് ഹാളിലെ സോഫയിൽ കിടത്തി. ശ്രീപ്രിയ വിറച്ചുകൊണ്ട് വാതിൽ അടച്ചു കുറ്റിയിട്ടു. അവൾ ഹാളിൽ നിന്ന് മുകളിലെ ഗോവണിലേക്ക് പേടിയോടെ നോക്കി. ചേട്ടാ കുറച്ച് വെള്ളം കൊടുക്ക്. ശ്രീപ്രിയ തൻ്റെ ബാഗിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തു കൊടുത്തു. ജോജി വെള്ളം സുപ്രുവിൻ്റെ മുഖത്തേക്ക് തെളിച്ചു. സുപ്രു, എഴുതേക്കടാ. ദാസപ്പൻ അവൻ്റെ കവിളിൽ തട്ടി. സുപ്രു മെല്ലെ കണ്ണു തുറന്നു. അവൻ ചുറ്റും നോക്കി. ശ്രീപ്രിയയെ കണ്ടതും അവൻ വീണ്ടും അലറി. അയ്യോ, വീണ്ടും അവൾ! എന്നെ കൊല്ലല്ലേ! ഞാൻ നാരങ്ങ വെള്ളം തരാതെ പറഞ്ഞതല്ലേ. പേടിക്കേണ്ട സുപ്രു, ഇത് പ്രേതമല്ല, ഇത് ശ്രീപ്രിയയാണ്, ശരണ്യയുടെ അനിയത്തി. ജോജി അവനെ ആശ്വസിപ്പിച്ചു. സുപ്രു എഴുന്നേറ്റിരുന്നു. അവൻ ശ്രീപ്രിയയെ അടിപിടി നോക്കി. നേരത്തെ കണ്ട ശരണ്യയുടെ അതേ രൂപം, പക്ഷെ കണ്ണുകളിൽ ആ വന്യതയില്ല. പകരം നിറയെ സങ്കടവും ഭയവും മാത്രം. നിങ്ങൾ സത്യമാണോ പറയുന്നത്? നേരത്തെ വന്നത്? സുപ്രു വിരൽ ചൂണ്ടി. അതെ, ശ്രീപ്രിയ കരച്ചിലടക്കാൻ പാടുപെട്ടു. അതിൻ്റെ ചേച്ചി ശരണ്യായിരുന്നു. ഞങ്ങൾ ഇരട്ടകളാണ്, കാണാൻ ഒരേപോലെ ഇരിക്കും. കൃത്യം 1 വർഷം മുമ്പ് ഒരു പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിലാണ് അവൾ ഈ വീട്ടിൽ, ആ മുകളിലത്തെ മുറിയിൽ. ശ്രീപ്രിയ വാക്കുകൾ മുഴുവിപ്പിക്കാനാകാതെ വിങ്ങിപ്പൊട്ടി. അപ്പോൾ ഞങ്ങൾ കണ്ടത്? ദാസപ്പൻ വിയർത്തു. ഞങ്ങൾ അവളെ അകത്ത് കയറ്റി. അവൾ സംസാരിച്ചു. സുപ്രു അവൾക്ക് നാരങ്ങാവെള്ളം ഓഫർ ചെയ്തു. അവൾക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. ശ്രീപ്രിയ കണ്ണു തുറച്ചു. മരിക്കുന്നതിന് മുമ്പ് അവൾ എന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാവും എൻ്റെ രൂപത്തിൽ അവൾ വന്നത്. അത് കേട്ടപ്പോൾ സുപ്രുവിന് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അപ്പോൾ ഞാൻ മുകളിൽ കണ്ടത് ഫാനിൽ തൂങ്ങി. അതെ ചേട്ടാ, അവൾ മരിച്ച കോലമായിരിക്കും നിങ്ങൾ കണ്ടത്, ശ്രീപ്രിയ പറഞ്ഞു. ഹാളിൽ ഭയാനകമായ നിശബ്ദത തളം കിട്ടി. പുറത്ത് മഴയുടെ ശബ്ദം കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് പോകാം. സുപ്രു എഴുന്നേറ്റു. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. എൻ്റെ ഏലസൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഈ പാതിരാത്രി എങ്ങോട്ട് പോകാനാ? പുറത്ത് നല്ല മഴയാ, ശ്രീപ്രിയ ചോദിച്ചു. എനിക്ക് പേടിയാകുന്നു. എല്ലാവർക്കും കൂടി ഒരു മുറിയിലിരിക്കാം. നേരം വെളുത്തിട്ട് പോകാം, അതാണ് നല്ലത്, ദാസപ്പൻ സമ്മതിച്ചു. പുറത്തിറങ്ങിയാൽ വല്ല മരവും വീഴുമോ എന്നറിയില്ല. മാത്രമല്ല ശരണ്യ ഇപ്പോൾ എവിടെയാണെന്നും അറിയില്ലല്ലോ. അവർ താഴത്തെ റൂമിലുള്ള ഒരു ഗസ്റ്റ് റൂം തിരഞ്ഞെടുത്തു. കൂടെ അവർ സ്ഥാപിച്ച ക്യാമറയും മറ്റ് സാമഗ്രികളും ആ റൂമിൽ ഒതുക്കി വെച്ചു. കൂടെ അവർ സ്ഥാപിച്ചിരുന്ന ക്യാമറകളും
മറ്റ് എക്യുപ്മെൻസും മറ്റു മുറികളിൽ നിന്നും എടുത്ത് ആ റൂമിൽ വെച്ചു. ശ്രീപ്രിയ ബാത്റൂമിൽ പോയി നനഞ്ഞ വസ്ത്രം മാറി വരാമെന്ന് പറഞ്ഞു. അവൾ പോയ തക്കം നോക്കി ദാസപ്പനും ജോജിയും സുബ്രുവിൻ്റെ അടുത്ത് വന്നു. അവൻ്റെ മുഖത്ത് വലിയൊരു സംശയം നീളിച്ചിരുന്നു. എടാ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ദാസപ്പൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്ത് കാര്യം? ജോജി ചോദിച്ചു. ഇപ്പോൾ ശ്രീപ്രിയ വന്നപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നില്ലേ? അവൾ നനഞ്ഞു കുറുന്നാണ് വന്നത്, ദാസപ്പൻ പറഞ്ഞു. അതെ, അതിനെന്താ? പക്ഷെ നമ്മൾ വാതിൽ തുറന്നപ്പോൾ പുറത്ത് മഴയുടെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ജോജിയും സുപ്രുവും പരസ്പരം നോക്കി. എനിക്ക് മനസ്സിലായില്ല ദാസപ്പ, സുപ്രു പറഞ്ഞു. എടാ മണ്ടന്മാരെ, ദാസപ്പൻ വിശദീകരിച്ചു. നമ്മൾ അകത്ത് നിൽക്കുമ്പോൾ പുറത്ത് പെരുമഴയുടെ ശബ്ദം കേൾക്കാം, ഇടിമിന്നലുമുണ്ട്. പക്ഷേ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ശ്രീപ്രിയ നനഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും മുറ്റത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ആകാശം തെളിഞ്ഞാണ് ഇരുന്നത്. ജോറി ചിന്തിച്ചു. ശരിയാണല്ലോ, വാതിൽ തുറന്നപ്പോൾ മഴത്തുള്ളികൾ എൻ്റെ ദേഹത്തേക്ക് വീണില്ല, പക്ഷേ ശബ്ദമുണ്ടായിരുന്നു. അതിനർത്ഥം ദാസപ്പൻ്റെ കണ്ണുകൾ വിടർന്നു. നമ്മൾ കേൾക്കുന്ന ഈ മഴയുടെ ശബ്ദം ഇത് യഥാർത്ഥമല്ല. ഇത് വീടിൻ്റെ ഉള്ളിൽ മാത്രം കേൾക്കുന്ന ശബ്ദമാണ്, പുറത്ത് മഴയില്ല. അയ്യോ, അപ്പോൾ നമ്മൾ മായാവലയത്തിലാണോ? സുപ്രുവിൻ്റെ നെഞ്ചിടിപ്പ് കൂടി. നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യണം സുപ്രു. നീ വാതിൽ തുറന്ന് ഒന്ന് പുറത്തേക്ക് നോക്ക്, ദാസപ്പൻ പറഞ്ഞു. ഞാനോ? വേണമെങ്കിൽ ജോജിയേട്ടൻ നോക്കട്ടെ. സുപ്രു ഒഴിഞ്ഞു മാറി. അവർ മൂവരും കൂടി പതുക്കെ പ്രധാന വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങി. പുറത്ത് ഇപ്പോഴും കനത്ത മഴയുടെ ഇരമ്പൽ കേൾക്കാം. ദാസപ്പൻ ധൈര്യം സംഭരിച്ച് വാതിൽ മെല്ലെ തുറന്നു. അവർ പുറത്തേക്ക് നോക്കി. അവിടെ ഒരു തുള്ളി മഴ പോലുമില്ല. ആകാശം തെളിഞ്ഞു നിൽക്കുന്നു, ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അവർക്ക് കാതടപ്പിക്കുന്ന മഴയുടെ ശബ്ദം കേൾക്കാം. ഇതെന്ത് മായയാ? ജോജി അന്തം വിട്ടു. ആ നിമിഷം അടുക്കള ഭാഗത്തു നിന്ന് രണ്ടുപേർ സംസാരിക്കുന്ന ശബ്ദം അവർ കേട്ടു. അടുക്കളയിൽ ആരാ? സുപ്രു വിറച്ചു. ശ്രീപ്രിയ ബാത്റൂമിൽ ഡ്രസ്സ് മാറാൻ പോയതാണ്. പിന്നെ ആരാണ് അടുക്കളയിൽ? വാ നോക്കാം. ദാസപ്പൻ ടോർച്ച് അണച്ചു. അവർ പതുങ്ങി അടുക്കളയുടെ ജനലിന് അരികിലെത്തി. ജനൽപ്പാളികൾക്കിടയിലൂടെ അവർ അകത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച കണ്ട് മൂവരും ശ്വാസം മുട്ടി നിന്നുപോയി. അടുക്കളയുടെ ഗ്യാസ് സ്റ്റൗവിന് മുകളിലിരുന്ന മെഴുകുതിരി വെളിച്ചത്തിൽ 2 പെൺകുട്ടികൾ നിൽക്കുന്നു. ഒരാൾ ശ്രീപ്രിയ, മറ്റേയാൾ ശരണ്യ. അവർ പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അടുക്കളയിലെ മങ്ങിയ വെളിച്ചത്തിൽ ഒരേപോലെയുള്ള 2 പെൺകുട്ടികളിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ട് ദാസപ്പനും ജോജിയും സുപ്രുവും മരവിച്ചു പോയി. എടാ ദാസപ്പ, സുപ്രുവിൻ്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. ഒരെണ്ണത്തിനെ സഹിക്കാൻ തന്നെ പാടാണ്. ഇതിപ്പോൾ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓഫർ പോലെ 2 ആളും കൂടി. മിണ്ടാതിരിടാ, അവർ എന്താ പറയുന്നത് കേൾക്കട്ടെ, ദാസപ്പൻ ചെവി കൂർപ്പിച്ചു. അവർ ജനലിനോട് കൂടുതൽ ചേർന്ന് നിന്നു. അകത്ത് ശ്രീപ്രിയ ശരണ്യയുടെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. ശ്രീപ്രിയയുടെ മുഖത്ത് ഇപ്പോൾ നേരത്തെ കണ്ട ഭയമോ സങ്കടമോ ഇല്ല. പകരം വല്ലാത്തൊരു നിഗൂഢമായ ചിരിയാണ്. ചേച്ചി, അച്ഛൻ വരാറായി, ശ്രീപ്രിയ പറഞ്ഞു. ഇന്നെൻ്റെ അച്ഛൻ്റെ ദിവസമാണ്. ശരണ്യ തലയാട്ടി. അവളുടെ മുഖം ഇപ്പോൾ വികൃതമല്ല, പക്ഷേ കണ്ണുകളിൽ ഒരുതരം ശൂന്യതയാണ്. അറിയാം, അച്ഛന് ദേഷ്യം കൂടുതലായിരിക്കും. നമ്മുടെ അതിഥികളെവിടെ? അവർ ഹാളിലുണ്ട്, 3 പേരുമുണ്ട്. നല്ല പേടിത്തൊണ്ടന്മാരാ. ശ്രീപ്രിയ ചിരിച്ചു. പ്രത്യേകിച്ച് ആ ഏലസ് കെട്ടിയവൻ. അവനെ അച്ഛന് വിട്ടുകൊടുത്തേക്കാം. അത് കേട്ടതും സുബ്രു തൻ്റെ ഏലസിൽ മുറുക്കെ പിടിച്ചു. അയ്യോ, എന്നെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നു. അവർ എന്നെ അച്ഛന് കൊടുക്കാൻ പോവുകയാണെന്ന്. ഇവരെന്താടാ ഈ പറയുന്നത്? അച്ഛനോ? ജോജിക്ക് കാര്യം പിടികിട്ടിയില്ല. എടാ പൊട്ടാ, ഇപ്പം മനസ്സിലായില്ലേ ഇതൊരു പ്രേത കുടുംബ സംഗമമാണെന്ന്? പെട്ടെന്ന് ശരണ്യ അടുക്കളയിൽ നിന്ന് നേരെ തിരിഞ്ഞു. അച്ഛനെത്തി, ശരണ്യ പറഞ്ഞു. ആ നിമിഷം വീടിൻ്റെ മുൻവാതിൽ ഭീകരമായൊരു ശബ്ദം കേട്ടു. ടപ്പേ, കൈകൊണ്ടുള്ള മുട്ടലല്ല, കനത്തിലെന്തോ ഇരുമ്പായുധം കൊണ്ട് മരവാതിലിൽ മുട്ടുന്ന ശബ്ദം. മൂവരും ഞെട്ടിവിറച്ചു. അവർ പതുക്കെ മുൻവാതിലിലേക്ക് നോക്കി. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ വരാന്തയിൽ ഒരു രൂപം നിൽക്കുന്നു. ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന മുഷിഞ്ഞ മുണ്ടും ഷർട്ടും ധരിച്ച തടിമാടനെ പോലെ ഒരാൾ. അയാളുടെ കയ്യിൽ മൂർച്ചയുള്ള തുരുമ്പെടുത്ത ഒരു വലിയ കോടാലി ഉണ്ടായിരുന്നു. അച്ഛൻ വന്നു, സുപ്രു കരയാൻ തുടങ്ങി. കോടാലി അച്ഛൻ! ആ രൂപം വീണ്ടും കോടാലി ഉയർത്തി വാതിലിൽ ആഞ്ഞുവെട്ടി. വാതിലിൻ്റെ പാളി പൊളിഞ്ഞു. ചീടുകൾ തെറിച്ചു വീണു. തുറക്കടാ വാതിൽ, എൻ്റെ മക്കളെവിടെ? ആ രൂപം അലറി. ശബ്ദം ഒരു മൃഗത്തിൻ്റെ മുരൾച്ച പോലെയായിരുന്നു. ദാസപ്പ, നമ്മൾ പെട്ടു, ജോജി വിറച്ചു. മുൻവാതിൽ കോടാലിയുമായി അച്ഛൻ, പിൻവാതിൽ 2 മക്കൾ, നമ്മൾ നടുക്ക്. ഓടണം, എങ്ങനെയെങ്കിലും ഓടണം. ദാസപ്പൻ ചുറ്റും നോക്കി. എങ്ങോട്ടോടാൻ? പുറത്തിറങ്ങിയാൽ മഴയില്ലെങ്കിലും അകത്ത് പ്രളയമാണ്, പോരാത്തതിന് കോടാലിയും. സുപ്രുവിൻ്റെ ബോധം പോകാറായി. അപ്പോഴേക്കും അടുക്കള വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ശരണ്യയും ശ്രീപ്രിയയും ഹാളിലേക്ക് വരികയാണ്. ചേട്ടന്മാരെ, എവിടെ പോയി? ശ്രീപ്രിയയുടെ നീട്ടി വിളിച്ചുള്ള ശബ്ദം. മുൻവശത്ത് കോടാലി കൊണ്ട് വാതിൽ പൊളിക്കുന്ന ശബ്ദം. പിന്നിൽ അടുക്കളയിൽ നിന്ന് വരുന്ന 2 സഹോദരിമാർ. മൂവരും ഹാളിലെ സോഫയുടെ പിന്നിൽ ഒളിച്ചു. എടാ, നമ്മുടെ സാധനങ്ങൾ, ക്യാമറയും ബാഗും, ജോജി ഓർപ്പിച്ചു.
ജീവൻ പോകാതിരിക്കാൻ നോക്ക്, അപ്പോഴാ അവൻ്റെ ക്യാമറ. ദാസപ്പൻ ചീറി. അല്ല ദാസപ്പേട്ട, എൻ്റെ ബാഗിൽ ബൈബിളും ഗീതയുമുണ്ട്, അതെടുത്താൽ രക്ഷപ്പെടാം, സുപ്രു പറഞ്ഞു. എങ്കിൽ വേഗം പോയി എടുക്ക്. അവർ മൂവരും കൂടി നിരങ്ങി നീങ്ങി ആ മുറിയിലേക്ക് കയറി. ദാസപ്പൻ വേഗത്തിൽ വാതിൽ കുറ്റിയിട്ടു. ഹൗ, തൽക്കാലം രക്ഷപ്പെട്ടു. ദാസപ്പൻ കിതച്ചു. അവരുടെ ആശ്വാസം അധികം നേരം നീണ്ടുനിന്നില്ല. പുറത്തുനിന്ന് അച്ഛൻ്റെ ശബ്ദം ആ വാതിലിൻ്റെ തൊട്ടടുത്തുനിന്ന് കേട്ടു. അയാൾ മുൻവാതിൽ പൊളിച്ച് അകത്തേക്ക് കയറിക്കഴിഞ്ഞു. ഇതെൻ്റെ വീടാണ്, ആരെയും ഞാൻ ജീവനോടെ വിടില്ല. തുടർന്ന് ആ മുറിയുടെ വാതിലിൽ കോടാലി വീണു. വാതിലിൻ്റെ മുകൾഭാഗം പിളർന്നു. ആ വിടവിലൂടെ രക്തം കലങ്ങിയ ചുവന്ന കണ്ണുള്ള ആ അച്ഛൻ്റെ മുഖം അവർ കണ്ടു. കണ്ടുപിടിച്ചു, അയാൾ പല്ലിളിച്ച് കാണിച്ചു. റെഡി, 1 2 3 ചാടിക്കോ, ദാസപ്പൻ അലറി. ജീവൻ രക്ഷിക്കാൻ അവർക്ക് മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. കോടാലി വാതിലിൽ ആഞ്ഞുവെട്ടുന്ന ശബ്ദം ആ മുറിക്കുള്ളിൽ ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചു. മരവാതിൽ പിളർന്ന് കോടാലിയുടെ മൂർച്ചയുള്ള അറ്റം അകത്തേക്ക് കയറി. വിടവിലൂടെ ആ അച്ഛൻ്റെ പ്രേതത്തിൻ്റെ ചുവന്ന കണ്ണുകൾ അവരെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മക്കളെ കരയിപ്പിച്ചവന്മാരെ, നിങ്ങളെ ഞാൻ വെട്ടിക്കീറും. അയാളുടെ അലർച്ച കേട്ട് സുപ്രു പേടിച്ച് മൂത്രമൊഴിച്ച് പോകുന്ന അവസ്ഥയിലായി. ദാസപ്പ, എന്തെങ്കിലും ചെയ്യ്, അയാൾ വാതിൽ പൊളിക്കാറായി, ജോജി അലറി. ദാസപ്പൻ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു. ഭയമുണ്ടെങ്കിലും ബാങ്ക് ലോണിൻ്റെ ഓർമ്മ അവന് ധൈര്യം നൽകി. എടാ, ചാകുന്നെങ്കിൽ ചത്തോട്രാ. നമ്മൾ ലോൺ എടുത്ത് വാങ്ങിയ ക്യാമറയും സാധനങ്ങൾ ഇവിടെ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അത് തിരിച്ചടയ്ക്കാൻ എൻ്റെ അപ്പൂപ്പൻ വരില്ല. നിനക്ക് ജീവനാണോ അതോ ക്യാമറയാണോ വലുത്? സുപ്രു ചോദിച്ചു. ക്യാമറ തന്നെ. ജീവൻ പോയാൽ പ്രേതമായിട്ട് വന്ന് ലോൺ അടയ്ക്കാൻ പറ്റുമോ? വേഗം സാധനങ്ങൾ ബാഗിലോട്ടാക്കടാ. അവർ വെപ്രാളപ്പെട്ട് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. ദാസപ്പൻ നൈറ്റ് വിഷൻ ക്യാമറയിൽ ലെൻസും വാരി വലിച്ച് ബാഗിലിട്ടു. ജോജി സെൻസറുകൾ പറിച്ചെടുത്തു. സുപ്രു ആകട്ടെ തൻ്റെ ബൈബിളും ഗീതയും ഖുറാനും പിന്നെ ബാക്കിയുള്ള നാരങ്ങയും എല്ലാം കൂടി വാരിക്കൂട്ടി ബാഗിലാക്കി. പുറത്ത് കോടാലി വെട്ടുന്ന ശബ്ദം പെട്ടെന്ന് നിലച്ചു. എന്താ, ശബ്ദം കേൾക്കുന്നില്ലല്ലോ? ജോജി ബാഗ് സിബടയ്ക്കുന്നതിൽ ചോദിച്ചു. അവർ വാതിലിലേക്ക് നോക്കി. കോടാലിയുടെ വായ്ത്തല അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ വിടവിലൂടെ കണ്ടിരുന്ന കണ്ണുകളുമില്ല. വല്ലാത്തൊരു നിശബ്ദത. പെട്ടെന്ന് ക്ലിക്ക് എന്നൊരു ശബ്ദം കേട്ടു. ആരോ പുറത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടു. അയ്യോ, നമ്മളെ അവർ പൂട്ടി. സുപ്രു നിലവിളിച്ചു. ഇനി ഗ്യാസ് തുറന്നു വിട്ട് കൊല്ലാനാണോ പ്ലാൻ? മിണ്ടാതിരിടാ, അവർ നമ്മളെ പേടിപ്പിക്കുകയാണ്. നമ്മൾ ഇതിനുള്ളിൽ കിടന്ന് മരിക്കാൻ പാടില്ല. ദാസപ്പൻ ബാഗ് തോളിലിട്ടു. നമ്മളിനി എന്ത് ചെയ്യും? ജനൽ വഴി ചാടാമെന്ന് വെച്ചാൽ ഇതിൽ ഗ്രില്ലുണ്ട്. ജോജി ജനൽ തുറന്നു നോക്കി. നമ്മൾ വാതിൽ പൊളിക്കും, ദാസപ്പൻ പ്രഖ്യാപിച്ചു. ആ കിളവൻ കോടാലി കൊണ്ട് വെട്ടിയപ്പോൾ വാതിൽ പകുതി പോയിട്ടുണ്ട്. നമ്മൾ മൂവരും കൂടി ഒരേ സമയം ആഞ്ഞു ചവിട്ടിയാൽ അത് തുറക്കും. പുറത്ത് അവരുണ്ടാകില്ലേ? സുപ്രു ചോദിച്ചു. ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, കൈ കിട്ടിയത് വെച്ച് അടിക്കുക, എന്നിട്ട് ഓടുക, അത്ര തന്നെ, ദാസപ്പൻ പറഞ്ഞു. റെഡിയല്ലേ? മൂവരും ബാഗ് മുറുക്കി കെട്ടി. ദാസപ്പൻ നടുവിലും ജോജിയും സുപ്രുവും വശങ്ങളിൽ നിന്നും. അവർ വാതിലിന് നേരെ ഓടാൻ തയ്യാറെടുത്തു. 1 2 3 ചവിട്ടറാ. മൂവരും കൂടി ആവേശത്തിൽ ഓടിച്ചെന്ന് വാതിൽ ആഞ്ഞു ചവിട്ടി. അവരുടെ ശക്തിയിലും നേരത്തെ കോടാലി കൊണ്ട് കിട്ടിയ ക്ഷതത്തിലും വാതിലിന് പിടിച്ചു നിൽക്കാനായില്ല. കുറ്റിതെറിച്ച് വാതിൽ വലക്ക തുറന്നു. മൂവരും കൂടി ബാലൻസ് തെറ്റി ഹാളിലേക്ക് വീണു. അടിക്ക്, കൊല്ല. സുപ്രു കയ്യിലുണ്ടായിരുന്ന വെള്ളിക്കുരിശും വീശി എഴുന്നേറ്റു. പക്ഷേ ആരെ അടിക്കാൻ? അവർ ഹാളിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. കോടാലിയുമായി നിന്ന അച്ഛനില്ല. അടുക്കള ഭാഗത്തുണ്ടായിരുന്ന ശരണ്യയും സീപ്രിയയുമില്ല. ഹാൾ വിജനമാണ്. നേരത്തെ കണ്ട മഴയുടെ ശബ്ദം പോലും ഇപ്പോൾ കേൾക്കാനില്ല. വീട് വല്ലാതെ ശാന്തമായിരിക്കുന്നു. എവിടെ പോയി എല്ലാവരും? എവിടെ പോയി? ജോജി ചുറ്റും നോക്കി. ഇത് അവരുടെ തന്ത്രമാണ്. നമ്മളെ പുറത്തിറങ്ങുമ്പോൾ പിടിക്കാനായിരിക്കും. ഓടിക്കോ, ദാസപ്പൻ വിളിച്ചു പറഞ്ഞു. അവർ ഹാളിലൂടെ മുൻവാതിലേക്ക് ഓടി. വാതിൽ നേരത്തെ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ചിട്ടുണ്ടാകുമെന്ന് അവർ കരുതി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി. മുൻവാതിൽ ഭദ്രമായി അടഞ്ഞു കിടക്കുന്നു. കോടാലി കൊണ്ട് വെട്ടിയ ഒരു പാടുപോലുമില്ല. എടാ, അപ്പോൾ നമ്മൾ കണ്ടതൊക്കെ? ദാസപ്പൻ അന്തം വിട്ടു. വാതിൽ പൊളിയുന്ന ശബ്ദം നമ്മൾ കേട്ടതല്ലേ? ദാസപ്പേട്ട, ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഇത് മായാവിലാസമാണ്. കുറ്റി തുറന്ന് പുറത്തേക്ക് ചാട്. സുപ്രു വാതിലിൻ്റെ ഓടാമ്പൽ വലിച്ചു നീക്കി. വാതിൽ തുറന്ന് അവർ മുറ്റത്തേക്ക് ചാടി. പുറത്ത് ആകാശം തെളിഞ്ഞു നിൽക്കുന്നു. നിലാവ് പരന്നു കിടക്കുന്നു. മഴയുടെ ഒരു ലക്ഷണം പോലുമില്ല. അവർ നേരെ മതിൽ ചാടി കിടന്നു. നേരെ ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വണ്ടി കിട്ടാതിരിക്കില്ല. അവർ റോഡിലൂടെ അസ്ത്രം പോലെ പാഞ്ഞു. ആ ഓട്ടത്തിനിടയിൽ സുപ്രുമല്ല തലതിരിച്ചു നോക്കി. നിലാവെളിച്ചത്തിൽ ആ വീട് ദൂരെ കാണാം. വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ജനാലയിൽ അവിടെ 3 രൂപങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. നടുവിൽ കോടാലിയുമായി അച്ഛൻ, ഇരുവശത്തും ശരണ്യയും ശ്രീപ്രിയയും. അവർ മൂവരും അവരെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടതും സുപ്രു അലറി വിളിച്ചു. ദാസപ്പ, തിരിഞ്ഞു നോക്കണ്ട, വിട്ടോടാ. കുറേ ഓടിത്തളർന്ന് സുപ്രു നിന്നു. എടാ, ആരെങ്കിലും പിന്നാലെ വരുന്നുണ്ടോ എന്ന് നോക്കിയേ. സുപ്രു നിന്നിടത്ത് നിന്ന് അനങ്ങാതെ പിന്നിലേക്ക് നോക്കി. ഇല്ല, നമ്മളിപ്പോൾ ടൗണിലെത്തി. ഇവിടെ പ്രേതം വരില്ല, ഇവിടെ പോലീസേ വരൂ. ദാസപ്പൻ കിതപ്പോടെ പറഞ്ഞു. എൻ്റെ പൊന്നോ, ഇനി ഒരിക്കലും ഞാൻ ആ വഴിക്ക് പോകില്ല. 3 കൈവീശി കാണിച്ചു തോർത്താ ഇപ്പോഴും എൻ്റെ മുട്ട് വരയ്ക്കുന്നു, സുപ്രു വിറയിലൂടെ പറഞ്ഞു.
അപ്പോഴാണ് അതിലൂടെ ഒരു 407 ലോറി വരുന്നവർ കണ്ടത്. അവർ ലോറിക്ക് കൈ നീട്ടി. ഇവരുടെ വെപ്രാളവും പരിവേശവും കണ്ട ലോറി ഡ്രൈവർ അവരെ അവരുടെ വാടക വീട്ടിലെത്തിച്ചു. മുറിയിലെത്തിയ ഉടനെ തന്നെ സുപ്രു കട്ടിൽ കയറി പുതപ്പ് തലവഴി മൂടിക്കിടന്നു. ലൈറ്റ് അടയ്ക്കാൻ അവൻ സമ്മതിച്ചില്ല. ഇന്ന് രാത്രി ആരും ഉറങ്ങണ്ട, നമുക്ക് കാവൽ നിൽക്കാം. പുതപ്പിനടിയിൽ നിന്ന് സുപ്രുവിൻ്റെ ശബ്ദം കേട്ടു. പിറ്റേന്ന് രാവിലെ നേരം എഴുതിയിട്ടും സുപ്രു എഴുന്നേറ്റില്ല. ദാസപ്പനും ജോജിയും ചായ കുടിച്ച് വന്നപ്പോൾ കണ്ടത് പുതപ്പ് മൂടി വിറച്ചു കിടക്കുന്ന സുപ്രുവിനെയാണ്. എടാ സുപ്രു, എഴുന്നേക്കുന്നില്ലേ? ഉച്ചയായി. ജോജി വിളിച്ചു. സുപ്രു മെല്ലെ തല പുറത്തേക്കിട്ടു. അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. മുഖമാകെ ക്ഷീണിച്ചു. എനിക്കൊട്ടും വൈ ജോജിയേട്ടാ, നല്ല പനി. സുപ്രുവിൻ്റെ പല്ലുകൾ കൂട്ടിയിടിച്ചു. കണ്ണടച്ചാൽ ആ കോടാലി അച്ഛൻ വന്ന് വെട്ടാൻ ഓങ്ങുന്നതാണ് കാണുന്നത്. ദാസപ്പൻ സുപ്രുവിനെ നെറ്റിയിൽ തൊട്ടു നോക്കി. നല്ല പനിയുണ്ട്, പേടിപ്പനിയാ. ഇന്നലെ കണ്ട കാഴ്ച ആരായാലും ഒന്ന് നടുങ്ങും. നമ്മളെന്തിനാ ദാസപ്പേട്ട ആ വീട്ടിൽ പോയത്? ആ 50,000 രൂപ അഡ്വാൻസ് കിട്ടാൻ വേണ്ടി ആ പന്ന ഓട്ടോക്കാരൻ നമ്മളെ ബലി കൊടുത്തു, സുപ്രു സങ്കടത്തോടെ പറഞ്ഞു. അത് കേട്ടതും ദാസപ്പന് ദേഷ്യം വന്നു. അതെ, ആ രമേശ്, അവൻ കാരണമാണ് നമ്മൾ ഈ പുലിവാലി പിടിച്ചത്. അവൻ പറഞ്ഞത് അവിടെ പാത്രം ഉരുളുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ എന്നാ. പക്ഷെ അവിടെ മൊത്തം ഫാമിലി പാക്കേജായിരുന്നു. ദാസപ്പൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നമ്മൾ 5 ലക്ഷം ലോൺ കൊടുത്ത് വാങ്ങിയ ക്യാമറയും സാധനങ്ങളും കഷ്ടിച്ചാണ് തിരിച്ചു കൊണ്ടുവന്നത്. ജീവൻ പോയിരുന്നെങ്കിലോ? ജോജി കസേരയിൽ ഇരിക്കുകയായിരുന്നു. എടാ ദാസപ്പ, ആ രമേശിന് ഇതൊന്നും അറിയില്ലായിരിക്കും. അയാൾ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അതൊന്നും എനിക്കറിയണ്ട. അവനെ വിളിച്ച് 4 തെറി വിളിക്കണം. എന്നിട്ട് വേണം സമാധാനമാകാൻ. ദാസപ്പൻ ജോജിയോട് പറഞ്ഞു. ഇപ്പോൾ വിളിക്കണോ? അതെ, ഇപ്പം തന്നെ വിളിക്ക്. സ്പീക്കറിലിട്. എനിക്കും പറയണം കുറച്ച് കാര്യങ്ങൾ. ദാസപ്പൻ കൈമടക്കിക്കൊണ്ട് പറഞ്ഞു. ജോജി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. കോൾ ലോഗിൽ നിന്ന് രമേശ് സബ്സ്ക്രൈബർ എന്ന പേര് തിരഞ്ഞെടുത്തു. ഡയൽ ചെയ്തു. റിങ് ചെയ്തു. സുപ്രു പുതപ്പിനുള്ളിൽ നിന്ന് തലതീട്ടി ശ്രദ്ധിച്ചു. അവനും ദേഷ്യമുണ്ടായിരുന്നു. 2 റിങ്ങിന് ശേഷം ഫോൺ എടുത്തു. ഹലോ ജോജി സാർ. പുറത്തുനിന്ന് രമേശിൻ്റെ ശബ്ദം, വളരെ ആകാംക്ഷയോടുള്ള ശബ്ദം. എന്തായി സാർ, ഇന്നലെ രാത്രി അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? പ്രേതത്തെ കണ്ടുപിടിച്ചോ? ഈ ചോദ്യം കേട്ടതും ദാസപ്പൻ്റെ നിയന്ത്രണം വിട്ടു. അവൻ ജോജിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. എടാ രമേശ, താനെന്താ ഞങ്ങളെ കൊല്ലാൻ വിട്ടതാണോ? പ്രേതത്തെ കണ്ടുപിടിച്ചോ എന്നോ? അവിടെ പ്രേതം മാത്രമല്ല, പ്രേതത്തിൻ്റെ തറവാട് മൊത്തം ഉണ്ടായിരുന്നു. ദാസപ്പൻ അലറി. അയ്യോ സാർ, എന്തു പറ്റി? കാര്യമായിട്ടെന്തെങ്കിലും? കാര്യമായിട്ടെന്നോ? തൻ്റെ മകൾ ജനലിൽ കണ്ടെന്ന് പറഞ്ഞ ആ രൂപം ഉണ്ടല്ലോ, അതൊന്നു മാത്രമല്ല, 2 എണ്ണം ഉണ്ടായിരുന്നു. കൂടെ കോടാലിയുമായി ഒരു അപ്പനും. ഞങ്ങളെ വെട്ടിക്കേറി കറിവെക്കാൻ നോക്കി ആ പടുപാപികൾ. സാറേ, സത്യമാണ് പറയുന്നത്? രമേശൻ്റെ ശബ്ദം വിറച്ചു. പിന്നെ ഞങ്ങൾ നുണ പറയുകയാണോ? താൻ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് തൻ്റെ ഭാഗ്യം. ഇനി മേലെ ആ പരിസരത്ത് പോകരുത്. അഡ്വാൻസ് പൈസ പോയാൽ പോട്ടെ എന്ന് വെക്ക്. ജീവനാണ് വലുത്. ദാസപ്പൻ കിതച്ചു. മറുതലയ്ക്ക് കുറച്ചു നേരത്തേക്ക് മറുപടി ഒന്നും ഉണ്ടായില്ല. ഹലോ രമേശേ, ജോയി ചോദിച്ചു. സാർ രമേശിൻ്റെ ശബ്ദം പതുക്കിയാക്കി. നിങ്ങൾ പറയുന്നത് കേട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനിപ്പോൾ ആ വീട്ടുടമസ്ഥനെ വിളിച്ചിരുന്നു. എന്നിട്ട് അയാൾ എന്തു പറഞ്ഞു? ആ വീട്ടിൽ പണ്ട് അച്ഛനും മകളും മരിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചോ? ദാസപ്പൻ ചോദിച്ചു. അല്ല സാർ, പ്രശ്നം, രമേശ് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വീടിൻ്റെ ലൊക്കേഷൻ മാറിപ്പോയെന്നൊരു സംശയം. നിങ്ങൾ ഏത് വീട്ടിലാണ് കയറിയത്? താൻ തന്നെ ലൊക്കേഷനിലിട്ട വീട്ടിൽ തന്നെ. വലിയ മതിൽക്കെട്ടുള്ള 2 നില വീട്, മുറ്റത്ത് മാവുള്ള വീട്. ദാസപ്പൻ പറഞ്ഞു. ദൈവമേ, രമേശൻ ഞെട്ടി. സാർ, ആ വീട്ടിലല്ല ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് വർഷങ്ങളായി ആരും താമസിക്കാതെ പൂട്ടിയിട്ടിരിക്കുന്ന മരണ വീടെന്നറിയപ്പെടുന്ന സ്ഥലമാണ്. എൻ്റെ വീട് അതിന് തൊട്ടപ്പുറത്തുള്ള ഓടുമേഞ്ഞ വീടാണ്. അത് കേട്ടതും ദാസപ്പൻ്റെയും ജോജിയുടെയും പനി പിടിച്ച് കിടക്കുന്ന സുബ്രുവിൻ്റെയും കിളിപോയി. ഫോണിൻ്റെ മറുതലയ്ക്കൽ രമേശ് പറഞ്ഞ വാക്കുകൾ കേട്ട് ദാസപ്പൻ്റെയും ജോജിയുടെയും സുബ്രുവിൻ്റെയും രക്തം പരവിച്ചുപോയി. സാർ, ആ വീട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച പട്ടാളം പിള്ളയുടേതാണ്. പിള്ളയ്ക്ക് ശരണ്യ, ശ്രീപ്രിയ എന്നിങ്ങനെ 2 ഇരട്ട പെൺമക്കളായിരുന്നു. അതിൽ ശരണ്യ അടുത്തുള്ള ഏതോ ഒരു പയ്യനുമായി ഒളിച്ചോടാൻ നിൽക്കുകയാണെന്ന് പിള്ളയറിഞ്ഞു. രമേശ് ശ്വാസം എടുക്കാനായി ഒന്ന് നിർത്തി. അന്ന് രാത്രി കോടാലിയുമായി പിള്ള അവരുടെ മുറിയിലെ വാതിൽ വെട്ടിപ്പൊളിച്ചു. കലിമൂത്തയാൾ മുന്നിൽ കണ്ട മകളെ ശരണ്യാണെന്ന് കരുതി ആഞ്ഞു വെട്ടി. പക്ഷേ അത് പാവം ശ്രീപ്രിയയായിരുന്നു. അനിയത്തിയുടെ നിലവിളി കേട്ട് ഭാഗമെടുത്ത് ഓടി വന്ന ശരണ്യയും അയാൾ വെട്ടിക്കൊന്നു. ഒടുവിൽ 2 പേരെയും കെട്ടി ഫാനിൽ തൂക്കി പിള്ളയും അവിടെ തന്നെ തൂങ്ങി മരിച്ചു. ഈ കഥ കേട്ടതും സുപ്രു പുറപ്പിനടിയിൽ നിന്ന് വെളിയിലേക്ക് തലയിട്ടു. അപ്പോൾ നമ്മൾ കണ്ട കോടാലി അച്ഛനും 2 പെൺമക്കളും അതൊക്കെ ഒറിജിനലായിരുന്നോ? സുപ്രു വിറച്ചു. അതെ സാർ, ആ വീട്ടിൽ കയറിയവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, രമേശ് പറഞ്ഞ് ഫോൺ വെച്ചു. മുറിയിൽ മരണതുല്യമായ നിശബ്ദത. എടാ, നമ്മൾ രക്ഷപ്പെട്ടത് നമ്മുടെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ്, ദാസപ്പൻ വിറയലോടെ പറഞ്ഞു. ആ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ഞാൻ കാണിച്ച ധൈര്യം. അതൊക്കെ പോട്ടെ ദാസപ്പ, ജോജി ഇടപെട്ടു. നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്ക്. ആ വെപ്രാളത്തിൽ വല്ലതും വിട്ടുപോയോ ആവോ. അവർ തങ്ങളുടെ ബാഗുകൾ പരിശോധിക്കാൻ തുടങ്ങി. ക്യാമറ, ബാഗ്, ട്രൈപോഡ്, ലൈറ്റുകൾ എല്ലാമുണ്ട്.
അപ്പോഴാണ് സുപ്രു കിടക്കുന്ന കട്ടിലിനടിയിലിരിക്കുന്ന അവർക്ക് പരിചിതമില്ലാത്ത ഒരു ബാഗ് ദാസപ്പൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇതാരുടെ ബാഗാ? ദാസപ്പൻ ചൂണ്ടി. സുപ്രു എത്തി വലിഞ്ഞു നോക്കി. കറുത്ത നിറമുള്ള ഒരു വലിയ ട്രാവൽ ബാഗ്. അതെൻ്റെ വിശുദ്ധ ബാഗായിരിക്കും, സുപ്രു പറഞ്ഞു. ബൈബിളും ഗീതയും ഒക്കെ ഇട്ട ബാഗ്. അത് ഞാനിവിടെ വെച്ചതാകും. ജോജി സംശയത്തോടെ ആ ബാഗിൻ്റെ അടുത്തേക്ക് നീങ്ങി. സുപ്രു, നിന്റെ ബാഗ് നീല കളറല്ലേ? ഇത് കറുപ്പാണ്. മാത്രമല്ല ഇതിന് നല്ല പഴക്കവും ഉണ്ട്. സുപ്രു ചാടി എഴുന്നേറ്റു. ശിവനെ, ഇതേത് ബാഗ്? ഞാൻ കൊണ്ടുവന്ന ബാഗല്ലല്ലോ ഇത്. നീ ഇതൊന്ന് തുറന്നു നോക്കിയേ ജോജി, ദാസപ്പൻ പറഞ്ഞു. നമ്മൾ ആ വീട്ടിൽ നിന്ന് സാധനങ്ങൾ വലിച്ചു വാരി എടുക്കുമ്പോൾ മാറിപ്പോയതാണോ? ജോജി വിറയ്ക്കുന്ന കൈകളോടെ ആ ബാഗിൻ്റെ സിബിൽ പിടിച്ചു. അത് തുരുമ്പെടുത്തിരുന്നു. സിബ് തുറന്നപ്പോൾ അതിൽ നിന്ന് പഴകിയ തുണികളുടെയും രക്തത്തിൻ്റെയും ഒരു ഗന്ധം വമിച്ചു. ഇതെന്താ? ജോജി അതിനുള്ളിലെ സാധനങ്ങൾ പുറത്തെടുത്തു. അതൊരു സ്ത്രീയുടെ വസ്ത്രങ്ങളായിരുന്നു. പഴയ മോഡൽ സാരികൾ, ബ്ലൗസുകൾ, പിന്നെ മടക്കി വെച്ച ഒരു ചുരിദാർ. ആ ചുരിദാർ കണ്ടത് മൂവരും ഞെട്ടി മരവിച്ച് പിന്നോട്ട് മാറി. ഇന്നലെ രാത്രി ആ മഴയത്ത് വീടിൻ്റെ പടിവാതുക്കൽ നനഞ്ഞ് കുതിർന്നു നിന്ന ശരണ്യ ധരിച്ചിരുന്ന അതേ ചുരിദാർ, വെള്ളയും കറുപ്പും കലർന്ന അതേ വേഷം. അതിലിപ്പോഴും ഉണങ്ങാത്ത രക്തക്കറകൾ ഉണ്ടായിരുന്നു. എൻ്റെ ശിവനെ, പുണ്യാള, അള്ളാ, കൃഷ്ണ, യേശുവേ! സുപ്രു സകല ദൈവങ്ങളെയും ഒരുമിച്ച് വിളിച്ചു. അവൻ കട്ടിലിൻ്റെ മുകളിലേക്ക് ഒറ്റച്ചാട്ടം. ഇത് ശരണ്യെ ഒളിച്ചോടാൻ തയ്യാറാക്കി വെച്ച ബാഗാണ്. പട്ടാളം പിള്ള അവളെ വെട്ടുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ്. ദാസപ്പൻ വിയർത്ത് കുളിച്ചു. നമ്മൾ ആ വീട്ടിൽ നിന്ന് പ്രേതത്തിൻ്റെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് വന്നോ? അയ്യോ ദാസപ്പേട്ടാ, സുപ്രു കരഞ്ഞു. അവൾ വരും. അവളുടെ ഡ്രസ്സും സാധനങ്ങളും എടുക്കാൻ അവൾ ഇപ്പോൾ ഇങ്ങോട്ട് വരും. പെട്ടെന്ന് മുറിയുടെ വാതിൽ ഒരു ശബ്ദം കേട്ടു. വാതിലിൽ ആരോ മുട്ടുന്നു. മൂവരും ശ്വാസം അടക്കി പിടിച്ചു. ആ മുട്ടൽ അവർക്ക് പരിചിതമായിരുന്നു. ഇന്നലെ രാത്രി ആ പ്രേത വീട്ടിൽ കേട്ട അതേ താളത്തിലുള്ള മുട്ടൽ. പുറത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടു. വായുവിൽ അലിഞ്ഞു ചേർന്ന പോലെ ഒരു വിളി. ചേട്ടാ, വാതിൽ തുറക്കൂ, എൻ്റെ ബാഗ് അവിടെയുണ്ട്. ശരണ്യയുടെ ശബ്ദം. ദാസപ്പനും ജോജിയും പേടിച്ച് വിറച്ചുപോയി. ജോജി കയ്യിലുണ്ടായിരുന്ന കുരിശിൽ മുറുക്കെ പിടിച്ചു. ദാസപ്പൻ കട്ടിലിനടിയിലേക്ക് നോക്കി. തുറക്കല്ലേ, തുറന്നാൽ നമ്മൾ തീർന്നു, ദാസപ്പൻ മന്ത്രിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി സുപ്രു കട്ടിലിന് താഴെ ഇറങ്ങി. അവൻ ബോധം കെട്ടി വീഴുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ സുപ്രുവിൻ്റെ മുഖത്ത് അപ്പോൾ ഭയമല്ലായിരുന്നു. പകരം ഒരുതരം വാശി അവിടെ നിറഞ്ഞു നിന്നു. അവൻ തൻ്റെ കഴുത്തിലെ ഏലസുകൾ ഓരോന്നായി മുറുക്കെ പിടിച്ചു. സുപ്രു, നീ എന്ത് ചെയ്യാ? ജോയി ചോദിച്ചു. സുപ്രു ആ കറുത്ത ബാഗ് കയ്യിലെടുത്തു. എന്നിട്ട് വാതിലിന് നേരെ നടന്നു. അവൻ്റെ നടത്തത്തിന് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. അവൻ തിരിഞ്ഞ് ദാസപ്പനെയും ജോജിയെയും നോക്കി. അവൻ്റെ കണ്ണുകളിൽ തീത്തിളക്കം. സുപ്രു പറഞ്ഞു, ജോജി, ദാസപ്പ, നമ്മൾ പേടിച്ച് എത്ര നാൾ കഴിയും? നമ്മൾ ഗോസ്റ്റിനെ വേട്ടയാടി നടന്നു. എന്നാൽ ഗോസ്റ്റ് ഇപ്പോൾ നമ്മളെ വേട്ടയാടുന്നു. ഇനിയാണ് നമ്മൾ ശരിക്കും ഗോസ്റ്റിനെ പിടിക്കാൻ പോകുന്നത്. ദാസപ്പനും ജോജിയും വാവിളിച്ചു നിന്നുപോയി. സുപ്രു ഷർട്ടിൻ്റെ മുകളിലേക്ക് കൈ മടക്കി വെച്ചു. സുപ്രു, വേട്ടടാ, ദാസപ്പൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ സുപ്രു കേട്ടില്ല. അവൻ ഒറ്റക്കൈ കൊണ്ട് വാതിൻ്റെ ഓടാമ്പൽ വലിച്ചു നീക്കി. വാതിൽ മലക്ക തുറന്നു. പുറത്തേറിട്ട് ചുവന്ന കണ്ണുകളുമായി ശ്രീപ്രിയയും ശരണ്യയും പിന്നിൽ കോടാലിയുമായി അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു. സുപ്രു പേടിച്ചില്ല. ആ ബാഗ് അവർക്ക് നേരെ നീട്ടിയില്ല. പകരം മറ്റേ കയ്യിൽ കരുതിയിരുന്ന ഹോളി കോക്ടെയിൽ കുപ്പിയെടുത്ത് പല്ലുകൊണ്ട് മൂടി കടിച്ചു തുറന്നു. വാടി മക്കളെ, കളി തുടങ്ങാം. സുപ്രുവിൻ്റെ അലർച്ച കേട്ട് ദാസപ്പനും ജോജിയും ക്യാമറയും ട്രൈപോഡും ആയുധമാക്കി അവൻ്റെ ഇരുവശത്തും വന്നു നിന്നു. ഭയം മാറി. വേട്ടക്കാർ തയ്യാറായി. അതൊരു തുടക്കം മാത്രമായിരുന്നു.